ഇനിയിപ്പോൾ ഈ പറയുമ്പോൾ പടച്ചവനെ ഇത് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഞാനാണോ? നമ്മളെല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിച്ചവരായിരിക്കും. ഈ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഈ ലോകത്ത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് മോചനം തേടണം, പരിഹാരം കാണണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ ആരും തെറ്റ് ചെയ്യാത്തവരായി ഇവിടെ വലിയ ഷേഖന്മാർ, വലിയ ഖുതുബുൽ അക്താബൊന്നും ഇവിടെ ആരുമില്ല. എല്ലാവരും തെറ്റുകാരാണ്. ആ തെറ്റിൽ നിന്ന് നമുക്ക് പരിഹാര മാർഗം കാണണം, അതിലൂടെ നമുക്ക് വിജയം കിട്ടണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളിവിടെ രോഗവും ചികിത്സയും നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇൻഷാ അള്ളാഹ് അത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു തആല ആദ്യത്തിലൊരു ആയത്ത്, ആദ്യം മുതൽ അള്ളാഹു തആലയെ പുകഴ്ത്തിയിട്ട് പടച്ചവൻ പറയുന്നു, അള്ളാഹു തആല ജീവിതവും മരണവും ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അല്ലാഹു പരിശുദ്ധനാണ്, അതിപരാശക്തിയാണ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥാവകാശം അവന്റെ കൈകളിലാണ്. സർവവസ്തുക്കളുടെയും അധീക്ഷാധികാരിയും പടച്ചവൻ തന്നെ. അവൻ തന്നെയാണ് മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ. അവൻ തന്നെയാണ് മരണത്തെയും ജീവിതത്തെയും ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയവൻ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, അവനാണ് ജീവിതം നമുക്ക് നൽകിയവൻ. ലിയബ്ലുവക്കും, അതിലൂടെ നിങ്ങളെ പരീക്ഷിക്കാൻ. അയ്യുക്കും അഹ്സനു അമലാ, ഈ മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാരാണ്? ഇനി ഒരുപാട് സമ്പത്തുകൾ കൊടുത്ത് ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുന്നവനുണ്ട്. അവനിലും നിനക്കൊരു പാഠമുണ്ട്. ആ പാഠം മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയുവാനും അവനിലേക്ക് മടങ്ങുവാനും ആരാണ് യോഗ്യനെന്നറിയാൻ ഈ ദുനിയാവിൽ മരണവും ജീവിതവും ഒരു പരീക്ഷണ വസ്തുവാക്കിയവൻ നാഥനത്രേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹു പറഞ്ഞ വാക്കാണ്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത എന്നാണ്. ഖലഖൽ മൗത രണ്ടാമതാണ്, വൽ ഹയാത്ത പറഞ്ഞത്. ആദ്യം മൗത മരണം, രണ്ടാമതാണ് ഹയാത്ത് ജീവിതം. അപ്പൊ മരണമാണ് തുടക്കം എന്ന് ഓർത്തോളി. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വീട് വെക്കുന്നത്. ചിലപ്പോൾ ആ വീടായിരിക്കും വെള്ളത്തിൽ പോവുക. അപ്പൊ ആദ്യം എന്തായി? അത് മരണമായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആദ്യം നമ്മുടെ മുന്നിൽ പറയുന്നത് മരണമാണ്. നമ്മൾ എപ്പോഴും ആ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം. അതിനാണ് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നത്. നല്ല സുഖലോലുപരായി കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ഒരിക്കലും അള്ളാഹയെ കുറിച്ച് ഓർക്കാൻ എനിക്കും കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. നല്ല സുഖലോലുപരായിരിക്കുമ്പോൾ നമ്മൾ ആരാ അള്ളാഹയെ കുറിച്ച് ഓർക്കുക? അവൻ നല്ല സുഖലോലുപനായി കഴിഞ്ഞുകൂടുമ്പം അവൻ അള്ളാഹുവില്ല, റസൂലുള്ളാഹി ഇല്ല, പള്ളിയില്ല, പട്ടണമില്ല. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ അവൻ പെട്ടെന്ന് അള്ളാഹയെ വിളിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നീട് അള്ളാഹയെ വിളിക്കും, പെട്ടെന്നൊരു ദുആ ചെയ്യാൻ പറയും, ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യും. ഇതല്ലാതെ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി അവൻ ആരും ആദ്യമേ ദുആ ചെയ്യാറുമില്ല, ശുക്ർ ചെയ്യാറുമില്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അപാകതകൾ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആദമിന്റെ മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, പടച്ചവൻ നമ്മളെ ആദരിച്ചു, നമ്മെ ബഹുമാനിച്ചു. അല്ലാഹു നമ്മളെ ആദരിച്ചു. മനുഷ്യന്റെ വില ആദ്യം മനസ്സിലാക്കി. മനുഷ്യന്റെ വില, ഈ ഇരിക്കുന്ന നിങ്ങളുടെ വില, ഈ പ്രസംഗിക്കുന്ന എന്റെ വില, അത് ആദ്യം മനസ്സിലാക്കി. അള്ളാഹ് പറഞ്ഞ വാക്കാണ് സൂറത്ത് ബനീ ഇസ്രായീൽ.
വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് അല്ലാഹുവാണ് പറയുന്നത്. മാത്രമല്ല വഹമൽനാകും ഫിൽ ബർരി വൽ ബഹർ, അവർക്ക് കരയിലും കടലിലും സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളെ നാം അവർക്ക് നൽകിയില്ലേ. എത്ര വാഹനം. ഇപ്പൊ നമ്മൾ വാളിന് വന്നു, ഓട്ടോറിക്ഷയിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ജീപ്പിൽ വന്നവരുണ്ട്, പെട്ടിയോട്ടോയിൽ വന്നവരുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ നടന്നു പോകാറില്ലല്ലോ. പണ്ടൊക്കെ നബിതങ്ങൾ പറയുന്നത് ഒരാൾ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകുന്നവർക്കാണ് കൂലി കൂടുതലെന്നാണ്. പക്ഷേ ഇന്ന് ആരും നടന്നു പോകാറില്ല, വലിയ വാഹനങ്ങളിലെ പള്ളിയിലെത്തുള്ളൂ. അത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല, ഹത്താ യർകബന്നാസു അലൽ മയാസിർ, ജനങ്ങൾ ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വയഅതൂന അലാ അബ്വാബിൽ മസാജിദ്, നമസ്കരിക്കാൻ വേണ്ടി വാഹനങ്ങളിൽ പള്ളിയുടെ തിരുമുറ്റത്തിലേക്ക് വരുന്ന ഒരു കാലം സംജാതമാകാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാവരും വാഹനത്തിലെ പള്ളിയിൽ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ലേ? നടന്നു പോകുന്നവരാരാ? ഇനി നടന്നു പോകാൻ നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ച ഭാര്യ പറയും, നിങ്ങൾ നടന്നു പോലെ പേപ്പട്ടിയുണ്ട്, നായുണ്ട്, ശല്യമാണ്, നിങ്ങൾ അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോന്ന് പറയും. നടക്കൂല. പക്ഷെ നബിതങ്ങൾ പറഞ്ഞതോ, ബശ്ശിരിൽ മശാഈന ഫിൽ ളുലം, നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ നടന്നുകൊണ്ട് മസ്ജിദിലേക്ക് പോകണേ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത നൽകിയിരിക്കുകയാണ്. നാളെ സ്വർഗത്തിൽ അവർക്ക് പ്രകാശമാണ്, ഖിയാമത്തിൽ അവർക്ക് ആനന്ദമാണ്, നാളെ ആഖിറത്തിൽ അവർക്ക് വെളിച്ചമാണ്. നടന്നു പോകുന്നവർക്ക് കൂലി കൂടുതൽ കിട്ടും. വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകണം. പക്ഷെ ഇന്ന് വാഹനത്തിലാണ് പോകുന്നത്. ശരിയായിക്കോട്ടെ, വാഹനത്തിൽ പോയതുകൊണ്ട് കൂലിയൊന്നും കുറയൂല, അത് കൂലി കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നബിതങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഖിയാമത്ത് നാൾ വരുമ്പോ, ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ പറഞ്ഞു, ആ ഖിയാമത്ത് നാള് വരുന്നതിന് മുമ്പ് എന്റെ സമുദായം വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് മസ്ജിദിലെത്തും, പള്ളിക്കൽ നിസ്കരിക്കാൻ വരും. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കതാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാത്ര ചെയ്യാൻ കടലിലും കരയിലും, കടലിലോ സ്പീഡ് ബോട്ട് ഉണ്ട്, ആഡംബര കപ്പലുകളുണ്ട്, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കടലിൽ. അതിലേക്ക് നമ്മൾ കടന്നാൽ ആ വിഷയത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എന്തായാലും വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അല്ലാഹു തആല കടലിലും കരയിലും യാത്ര ചെയ്യാൻ അല്ലാഹു തആല സൗകര്യം നൽകി. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു വാക്കോടെ, വെറുതെ അല്ല, വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം നാം നിങ്ങൾക്ക് ഒരുക്കിയില്ലേ, നൽകിയില്ലേ. നല്ല നല്ല ഭക്ഷണം തരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കണ്ട പാമ്പിനെയും ചേരയും പട്ടിയെയും പന്നിയും പൂച്ചയും പിടിച്ച് തിന്നിട്ട് രോഗങ്ങൾ പിടികൂടും. ചൈനയിലും മുസ്ലിങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പുതിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പുതിയ റിപ്പോർട്ടാണ്. ഇപ്പൊ 20 ലക്ഷം പേരൊക്കെ വന്നെന്നാണ്. 20 ലക്ഷത്തോളം പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും പള്ളികൾ പൂട്ടിക്കുകയും ആലിമീങ്ങളെ തെരുവിലിറക്കുകയും ഖുർആൻ മുഴുവൻ കത്തിക്കുകയും ചെയ്ത പ്രൈം മിനിസ്റ്റർ ഓരോ മസ്ജിദ് കയറി ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയാ. പണ്ട് ഫിറോൻ മൂസാ നബി എതിർത്തതുപോലെ അവസാനം മൂസാ നബിയുടെ കാല് പിടിച്ച് ഫിറോൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ലോകം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യവും ഖുർആനുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി തരാം, നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. തെളിവാണ്. പണ്ടൊക്കെ ഒരു ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ അയാൾ ചുമ്മാ വെറുതെ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ പറയും. ഇപ്പൊ കള്ളം പറയാൻ പറ്റൂലല്ലോ, വാട്സപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ നമുക്ക് കിട്ടാത്തത് ഖുർആനാണ്. ഈ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞത് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലാത്തോ നടക്കൂല. ഇതുപോലെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അതിന് പരിഹാരവും നബി തങ്ങൾ പറഞ്ഞു. നമ്മളിത് സ്വീകരിക്കാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകാലഘട്ടങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത മാരകമായ രോഗങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകുമെന്നും അതിലൂടെ ധാരാളം മരണം സംഭവിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി
5 കാര്യങ്ങളെ കൊണ്ട് ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ് അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അല്ലാഹുവേ ഈ മാറാവ്യാധികൾ നൽകി എൻ്റെ സ്വഹാബത്തിനെ പരീക്ഷിക്കരുതേ അല്ലാഹ്. നബി തങ്ങൾ അവിടെ ജാമ്യം എടുത്തു. സ്വഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, ജാമ്യം എടുത്തു. സഹാബത്തിനെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ, എന്റെ സഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. 5 കാര്യങ്ങൾ ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടാ പോയത്. അതിൽ ഒന്നെന്താണ്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം ഏതൊരു നാട്ടിലാണോ, രാജ്യത്തിലാണോ, സമൂഹത്തിലാണോ, വ്യക്തികളിലാണോ, വിദ്യാർത്ഥിനികളിലാണോ അശ്ലീലങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വ്യാപിക്കുന്നത്, അത് രഹസ്യ സ്വഭാവമാക്കേണ്ടത് അത് പരസ്യമായി മാറുമ്പോ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാ, കൊറോണ പോലെ, പ്ലേഗ് പോലെ, വസൂരി പോലെ മാരകമായ രോഗങ്ങൾ വ്യാപിക്കുകയും വൽ ഔജാ, ശാരീരിക മാസകലം വേദന കൊണ്ട് പുളയുകയും ചെയ്യുന്ന രോഗമുണ്ടാകുമത്രേ. ഏത് കാലഘട്ടത്തിൽ വരാത്ത രോഗം? അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മലൗ, മുൻകാലങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത രോഗമാ. മുൻകാലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ കേട്ടിട്ട് പോലുമില്ലാത്ത രോഗമാ. ആ മാരകമായ രോഗം ഈ സമൂഹത്തെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ലീലങ്ങൾ പരസ്യമാകുമ്പോ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കതാണ്, അശ്ലീലങ്ങൾ പരസ്യമാകും. ചൈനയിലൊക്കെ ചുമ്മാ ഉമ്മ വെപ്പാണ്, വെറുതെ അങ്ങോട്ട് ചുംബിക്കൽ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിൽ പോയാലും, കോളേജിൽ പോയാലും, റോഡിൽ പോയാലും, ബസ്സിലിരുന്നാലും ചുമ്മാ ചായ കുടിക്കുന്ന പോലെ, പണ്ട് നയനാര് പറഞ്ഞ പോലെ എവിടെയൊക്കെ ചായ കുടിക്കുന്നത് പോലെ ഒരു പരിപാടിയാണ്. അങ്ങോട്ട് റോഡ് സൈഡിലൊക്കെ വെക്കുക, ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, ഹായ് ഹോയ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. അതിലൂടെ എന്ത് സംഭവിച്ചു? ഇപ്പം എന്നിട്ട് കണ്ട പാമ്പിനെ പിടിച്ചു തിന്ന, പട്ടിയെ പിടിച്ചു തിന്ന, പന്നിയെ പിടിച്ച്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പന്നി ഹറാമാക്കി. അല്ലാഹ് കഴിവുള്ളവൻ, അല്ലാഹ് ലോകത്തിന് അധിപരാശക്തി, നമ്മുടെ സൃഷ്ടാവ്, അവൻ പന്നിയെ ഹറാമാക്കിയെങ്കിൽ അത് ഈ സമൂഹത്തിന് നാശാണെന്ന് അല്ലാഹ്ക്കറിയാം. അത് മനസ്സിലാക്കാതെ പന്നിയെ തിന്നവൻ, ആ പന്നിക്കൂട്ടത്തെ അവന്റെ കൈകൊണ്ട് തന്നെ അല്ലാഹു തആല നശിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? എന്തിനാ പിന്നെ അതിനെ കൊന്നുകളഞ്ഞത്? ലക്ഷക്കണക്കിന് പന്നിക്കൂട്ടങ്ങളെ കൊന്നുകളഞ്ഞില്ലേ? ലക്ഷക്കണക്കിന്. ഇത് മനുഷ്യന്റെ ശരീരത്തിന് അത് യോഗ്യമല്ല, മനുഷ്യന്റെ ശരീരത്തിന് പാകമല്ലാതെ, മനുഷ്യന്റെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണമല്ലാതെ, അള്ളാഹു നിരോധിച്ച ഭക്ഷണമാണത്. അത് കഴിച്ചാൽ അവൻ ഇല്ലാത്ത രോഗങ്ങൾ, മാറാത്ത വ്യാധികൾ കൊണ്ട് അവനെ അള്ളാഹു തആല ഇടങ്ങേറാക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണത്, അള്ളാഹു നിരോധിച്ച കാര്യമാണത്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി തങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം പറയുമ്പോൾ നമുക്കത് ഒരു പുച്ഛമായിട്ട് തോന്നും. ശാസ്ത്രം പറയുമ്പോൾ അതെന്തോ വലിയ ഒരു കനകക്കട്ടിയായിട്ട് നമ്മളത് എടുക്കും. ഖുർആൻ പറയുമ്പോൾ നമുക്കതൊരു രസമല്ല. ഖുർആൻ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അപകർഷതാബോധം പോലെ. പരിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്യാത്ത ഒരു സാധനവും ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവുകയില്ല, ഉണ്ടാവുകയുമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാൻ പോകുന്നുമില്ല. മനസ്സിലാക്കിക്കോ, എല്ലാ കാര്യത്തിനും ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മാരകമായ രോഗം പിടിപെടും, അതിലൂടെ ധാരാളം മരണങ്ങൾ സംഭവിക്കും, മരുന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലല്ലാതെ വേറെ മാർഗമില്ല. എന്താ മാർഗം? അതുകൊണ്ടല്ലേ പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ പ്രധാനമന്ത്രി പോലും പോയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്, മുസ്ലിങ്ങളോട് ദുആ ചെയ്യാൻ പറയല്ലേ? ഈ അടുത്ത സമയത്ത് അമേരിക്കയില് അവിടുത്തെ ഏറ്റവും വലിയ ജനറൽ, അദ്ദേഹം പോലീസ് മേധാവി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ്. ഖുർആനിന്റെ മുകളിൽ തൊട്ടുകൊണ്ടാണ് ഒരു നസ്രാണി ആലോചിക്കണം സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ആ ഖുർആന്റെ 2 ആയത്തുകൾ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞു. ആ സെനറ്റിൽ പരസ്യമായിട്ട് അത് വായിക്കുകയും അതെല്ലാവരും അത് കേൾക്കുകയും ചെയ്തു. കാലം പോയ പോക്ക്, അള്ളാഹുവിന്റെ ദീൻ വളർത്താൻ അള്ളാഹ് തീരുമാനിച്ചാൽ ഇനി ഏത് വലിയ വമ്പൻ ശക്തി വന്നാലും അവർക്കിടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദീനിനെ അവിടെ കൊണ്ടുവരും. അതാണ് ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. അതിൻ്റെ ഒക്കെ തെളിവുകളും ചരിത്രങ്ങളും നമ്മൾ പഠിപ്പിച്ച നമ്മൾ മനസ്സിലാകും. 800 വർഷം 800 years ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ആലോചിച്ചോളി.
800 വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഭരിച്ചത്. 1911 ഒന്നാം ഭാരത സർക്കാർ രൂപീകരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, അന്ന് രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റായിരിക്കുമ്പോ പ്രധാനമന്ത്രി ആരാണ്? മൗലാന ബർക്കത്തുള്ള. മൗലാനയാണ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗലാന ബർക്കത്തുള്ള. തലേക്കെട്ടും താടിയൊക്കെ ഉണ്ടായിരുന്നു ആ മൗലാനയ്ക്ക്. ഇന്നിരിക്കുന്ന മൗലാനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലേക്കെട്ട് കാണും, ദാടിയുണ്ട് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി? മൗലാന ബർക്കത്തുള്ള. വിദേശകാര്യമന്ത്രി ചെമ്പക രാമൻ പിള്ളയായിരിക്കുമ്പോ ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? മൗലാന ഉബൈദുള്ള. ആഭ്യന്തരമന്ത്രി ഈ ആഭ്യന്തരമന്ത്രി അല്ല ഇപ്പൊ നമ്മളെ ആകപ്പാട് വിഷമിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി മൗലാന ഉബൈദുള്ള ആയിരുന്നു. യുദ്ധകാര്യമന്ത്രി മൗലാന ബഷീർ ആയിരുന്നു. 1911 സ്വതന്ത്ര ഭാരത സർക്കാർ ഇവിടെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മഹത് വ്യക്തിത്വങ്ങൾ ആരായിരുന്നു? പണ്ഡിതന്മാരാ, ഉലമാക്കളായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ ആരാ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്തു കൊടുത്തത്? ആരാ ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ ചരിത്രം നമുക്ക് സൗകര്യം പോലെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാൻ, ഇതെല്ലാം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് ഒന്നിപ്പോൾ NRC എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ ഒരു വേവലാതി വന്നു പോയത്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇന്ത്യ, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പദം, ഇത് ഏത് പദാണ്? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇതിന്റെ തുടക്കം ഏതാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ഹിന്ദ് ഇത് ഇസ്ലാമിന്റെ പദമല്ലേ? ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ വാക്കല്ലേ ഇത് ഹിന്ദ് എന്നുള്ളത്? ഈ ഹിന്ദിനെ കുറിച്ച് നബിതങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിനെ കുറിച്ച് സഹാബത്ത് ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിൽ സഹാബത്ത് വന്നിട്ടില്ലേ? കേരളത്തിൽ സഹാബി വന്നിട്ടില്ലേ? കേരളത്തിലെ ഭക്ഷണം സഹാബാക്കൾ നബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നബിതങ്ങൾ അത് തിന്നിട്ട് ദുആ ചെയ്തില്ലേ? അതിന്റെ ബർക്കത്തല്ലേ കേരളത്തിൽ ഉണ്ടാവുന്നത്? അതുകൊണ്ടല്ലേ കേരളം പച്ചയായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തെ ഖൈറുള്ള, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് യൂറോപ്യൻകാർ പോലും പറയാനുള്ള കാരണം എന്താ? അറബികൾ ഇവിടെ വന്നു, ഖൈറുള്ള, ഇവിടുത്തെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ഖൈറുള്ള, അള്ളാന്റെ ഖൈറുകൾ ലഭിച്ച നാടാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും ഇന്നും അറബികൾ ഈ കേരളത്തിൽ വന്ന് കാലുകുത്താനുള്ള കാരണം ആ ഹബീബായ തങ്ങളുടെ ദുആയാണ്. അത് ആലോചിക്കണം. നമുക്കിപ്പോ ഇച്ചിരി നിഅമത്തുകൾ കിട്ടി, നമുക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി, കിബർ കൂടിപ്പോയി. കേരളക്കാരന്മാർ കുറച്ച് കിബർ കൂടിയപ്പോൾ പടച്ചവന്റെ പണിയാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാനും അവിടെ ഇവിടെയൊക്കെ ഒഴിക്കാനും അവിടെ ഇവിടെ കിടങ്ങാറാക്കാനും അള്ളാഹു തീരുമാനിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിന് ആദ്യം ശുക്ർ ചെയ്യണം. ഏറ്റവും വലിയ പരിഹാരം അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞ വറസഖ്നാഹും മിനത്തയ്യിബാത്ത്, നല്ല ഭക്ഷണം കഴിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പച്ചക്കൊന്നും തിന്നരുത്. നിങ്ങൾ എന്തിനു വേവിക്കാതെ തിന്നണം? എന്തിനു വേവിക്കാതെ കഴിക്കണം? പച്ചയ്ക്ക് തിന്നാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്. വേവിച്ച് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലൈക്കും ബി അൽബാനിൽ ബഖർ ഫഇന്നഹാ ശിഫാഉൻ മിൻ കുല്ലി ദാ. പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ, അതിലും പല രോഗങ്ങൾക്കും പരിഹാരമാണ്, മരുന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പശുവിന്റെ പാല് കുടിക്കണം. പശുവിന്റെ പാല് കൊണ്ട് ചായ ഉണ്ടാക്കണം. പാൽ പൊടിയിട്ടല്ല ചായ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പറയും പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കിയതല്ല പാൽപ്പൊടി. അതൊക്കെ ഒരുപാട് ഹിക്മത്തുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ പാല് കുടിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നാ പശുവിന്റെ ഇറച്ചി തിന്നാനല്ല പറഞ്ഞത്, പശുവിന്റെ പാല് കുടിക്കണമെന്നാ പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അലൈക്കും ബി അൽബാനിൽ ബഖർ, പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ. ഫൈന്നഹാ തറുമ്മു മിൻ കുല്ലി ഷജർ, പല ഔഷധ സസ്യങ്ങളും അത് കഴിക്കുന്നത് കൊണ്ട് അതിൽ ധാരാളം ശിഫകൾ മനുഷ്യർക്കുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കല്ലേ മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടത്? അത് നമ്മൾ കഴിക്കണം, തിന്നണം. ഇന്ന് പച്ചക്കറി, ഈ പച്ചക്കറിക്കകത്ത് മൊത്തവും വിഷമല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? പച്ചക്കറിയിൽ മൊത്തം വിഷമാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ? അതുകൊണ്ട് വന്ന് കുറെ മണിക്കൂറുകളോളം ഇപ്പൊ എല്ലാവർക്കും, ഞാനിപ്പോ ഈ പച്ചക്കറിയുടെയൊക്കെ ഓരോരോ രഹസ്യങ്ങൾ പറയുമ്പോൾ ഇനി ഒരു പക്ഷേ ഇനി ചിലപ്പോൾ പച്ചക്കറി കച്ചവടക്കാരുണ്ട്, ഇയാൾ നമുക്കും പാര വെക്കുമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ കാണും ഇല്ലേ? പച്ചക്കറി ഇപ്പോൾ 1 കിലോ 4 കിലോ ഏത്തക്കായ്ക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുമല്ലോ സംഭവം.
അപ്പം ഞാൻ ചേമ്പ്, നല്ല നല്ല വയനാടൻ ചേമ്പുകൾ, നല്ല നല്ല ചേമ്പ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഹക്കീക്കത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഈ വലിയ ചേമ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ 4 കിലോയ്ക്ക് 100 റുപ്യക്കൊക്കെ ഈ ഏത്തയ്ക്ക് വരാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഈ പയറിനൊക്കെ ഇത്ര വില കുറവ്, ഈ പയറൊക്കെ ഇത്ര നീളത്തിൽ വരാനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാവും. ഇതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത് ഉണ്ടാക്കുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവരിത് തിന്നൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി, ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കരമായ പാടത്ത് വലിയ കൃഷിയാണ്. എന്നിട്ട് അവര് താമസിക്കുന്ന ഒരു ചെറിയൊരു ചെറ്റക്കുടലുണ്ട്. അവരവിടെ ചെറിയ ചെറിയ പച്ചക്കറി. ഞാൻ ചോദിച്ചു, എന്നാ അണ്ണാച്ചി ഇത് തന്നെ അത് തന്നെ, അത് കേരളാവുക്ക് അനുப்புறதுக்கு, ഇത് എங்களுக்கு சாப்பிடுறதுக்கு. ഇത് നാങ്ക ഇങ്ങ സാപ്പിടുമോ, അത് കേരളാവുക്ക് അനുപ്പോ. കേരളാവിൽ അനുപ്പി നമ്മ എല്ലാം രോഗിയായി മാറും. അവന്മാര് നല്ല തിന്ന് ഇപ്പോഴും ഉണ്ടപ്പക്കുറുവിന്റെ കൂട്ടാ. വല്ല അസുഖമുണ്ടോ? വല്ല അസുഖമുണ്ടോ? വയസ്സന്മാർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? 10, 40, 50, 60, 70, 80 വയസ്സുള്ളവരൊക്കെ എന്താ റാഹത്തായിട്ട് അവർ ഓടി ഓടി പോവാണ്. കുറച്ച് കേട്ടോളിയും പഠിച്ചോളിയും, കുറച്ച് ചരിത്രങ്ങളൊക്കെ മനസ്സിലായിക്കോളിയും. ഖുർആന്റെ വീക്ഷണം കുറച്ച് അടുത്തിരുന്നോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ, കുറെ കാര്യം പറഞ്ഞുതരാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കുറെ ചരിത്രവും നബിതങ്ങളോട്ടുള്ള ഒരു ബന്ധമൊക്കെ ഒന്ന് അറിയണം. നമ്മൾ വെറുതെ ഇന്ത്യക്കാരെ കേരളക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലത്തെ ഭക്ഷണം നബിതങ്ങൾ തിന്നു, എങ്ങനെ തിന്നു പറഞ്ഞുതരാം. ഇവിടെ ഇതൊക്കെ പഠിക്കണം, കുറെ ചരിത്രങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ വാട്സാപ്പിൽ കളിച്ച് എപ്പോഴും തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് നടക്കലല്ലാതെ കുറെ ചരിത്രങ്ങൾ പഠിക്കണം. നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടല്ലേ ഇത്. ഇവിടുന്ന് എവിടെ പോകാനാ നമ്മള്? നമ്മുടെ നാട് വിട്ടിട്ട് ഇത് നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് ത്യാഗം സഹിച്ച് രക്തമൊലിപ്പിച്ച് ഷഹീദായി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഡൽഹിയിലൊക്കെ ബ്രിട്ടീഷുകാരന്മാര് 2 ലക്ഷത്തോളം മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു 2 ആഴ്ച കൊണ്ട്. ചരിത്രങ്ങൾ വലുതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും വിഷയമൊന്നും ഇവിടെ തീർക്കാൻ പറ്റൂല. നമ്മൾ ഖുർആന്റെ ഹദീസിന്റെ വീക്ഷണത്തിൽ ഞാനിങ്ങനെ പോകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ആ ചരിത്രം വരുമ്പോൾ ഞാൻ അതോടെ ഇടയ്ക്ക് കയറ്റിവിടാം. ഇൻഷാ അല്ലാഹ്. ഒന്ന് പഠിച്ചോളി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മളോട് പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് ഞാൻ പറയട്ടെ? ഇറച്ചി. ഇന്ന് അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇല്ലേ? എന്ന് അള്ളാഹ് പറഞ്ഞു ഏറ്റവും നല്ലത് ഇറച്ചിയാണെന്ന്. അള്ളാഹ് പറയുന്നു കേൾക്കോ? റസൂലുള്ളാഹി പറയുന്നു കേൾക്കോ? ഡോക്ടർമാർ പറയുന്നു കേൾക്കോ? വെജിറ്റബിൾ കഴിക്കണം. വെജിറ്റബിൾ ആണ് മൂസാ നബിയുടെ അനുയായികൾ കഴിച്ചത്. വെജിറ്റബിൾ ആണ് കഴിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറച്ചി കൊടുത്തവരെ അനുഗ്രഹിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, മൂസാ വൈദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. മൂസാ, ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താതെ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കുറെ കൂടി ഭക്ഷണം നൽകാൻ പറയണേ. ഒന്നുകൂടെ പറ, കുറച്ചുകൂടെ ഭക്ഷണം കിട്ടട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഭക്ഷണം എടുത്തു. ഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഉള്ളി, സവാള, പയറ്, പച്ചക്കറി, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഇറച്ചി അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവര് പറഞ്ഞു ഇത് പോരാ ഇനി വേണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ വാക്ക്, ഖാലാ തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഇസ്രായേലി സമൂഹമേ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിളിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നിങ്ങൾക്ക് നാം നൽകിയത്, അതായത് മാംസാഹാരം. അള്ള പറഞ്ഞ വാക്ക ഇറച്ചിയാണെന്ന്. ഏറ്റവും നല്ല ഭക്ഷണം ഇറച്ചിയ നല്ല ശരി, അതിനകത്ത് മായമില്ലല്ലോ. കുത്തിവെച്ചാൽ അത് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുത്തിവെച്ച് ഇക്കുമത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ കോഴിക്കകത്തൊക്കെയാണ് കുത്തിവെക്കൽ പരിപാടികളൊക്കെ ഉള്ളത് സംഭവം. അതുകൊണ്ട് ഈ ചെറിയ കോഴികളെയാണ് ചിലർ കഴിക്കുന്നത്. കാരണം ഇത് കുത്തിവെക്കുന്നതിന് മുമ്പ് അതിനൊരു ചെറിയൊരു സമയപരിധിയുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴികളൊക്കെ കൂടുതൽ കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ബബിൾസ് പോലെ ആയി പോകുന്നത്. അതിലേക്ക് ഇനി കിടക്കണ്ട, പോകട്ടെ. ഇനി അവസാനം ഇനി കോഴിക്കച്ചവടക്കാർക്ക് ഇയാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് പാര വയ്ക്കുമെന്ന് പറയും. അതുകൊണ്ട് പോട്ടെ, അതിൻ്റെ ഇക്കുമത്തുള്ളൊന്നും ഞാൻ പറയുന്നില്ല സംഭവം. പക്ഷെ കോഴിയില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല. പൊരിച്ച അൽഫാമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ കട്ടപ്പൊക്കയല്ലേ. കോഴി മന്തി ഇല്ലെങ്കിൽ നമ്മുടെ കാലിൽ മന്തി പിടിക്കുന്ന പോലെ ആയിപ്പോ സംഭവം. അതില്ലെന്ന് കുട്ടികൾക്ക് തന്നെ കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവർ തിന്നാൻ തയ്യാറാണ്. വേറെ ഒന്നും വേണ്ട, കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണം തിന്നാൻ തയ്യാറാണ്. എന്നാൽ അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് ആടായിരുന്നു. ആടിൻ്റെ ആ വലത് കൈ, ആ ഭാഗം നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ ഡോക്ടർമാർ പറയും, പഥ്യം ഉണ്ടല്ലോ, നമ്മൾക്ക് പഥ്യം മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം, അവർ പറയും ഇറച്ചിയോ മീനൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആട്ടിറച്ചി കഴിച്ചോളാൻ പറയും.
ആട് കഴിക്കാൻ പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദു ഇദാമി അഹ്ലിൽ ജന്ന അല്ലഹ്മു, സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ നേതാവ് അത് ബീഫാണ്, അത് ഇറച്ചിയാണ്, മാംസാഹാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വർഗത്തിലെ മക്കളായ മുസ്ലിങ്ങൾ കഴിക്കുന്നത് ബീഫാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിലല്ലാത്തവർ ഇത് ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണം ഇറച്ചിയാണെന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഒരു ആഡംബരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദിവസം തോറും ചോദിക്കുമായിരുന്നു, പടച്ചവനെ എനിക്ക് നീ എല്ലാ ദിവസവും ഇറച്ചി നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു പക്ഷെ അത് ചോദിച്ചാൽ ഒരു ആഡംബരമായി പോകും. എല്ലാ ദിവസവും മുഹമ്മദ് നിനക്ക് ഇറച്ചി വേണമില്ലേ? അതൊരു ആഡംബരമല്ലായിരുന്നുവെങ്കിൽ ഞാൻ ദിവസേന നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ എന്ന് ചോദിക്കുമായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിക്കണം, പക്ഷേ അമിതമാകരുത്. അത് അള്ളാഹ് പറയുന്നത്. ഇറച്ചി കഴിച്ചതുകൊണ്ട് ഇപ്പം ശരി, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ LSHC എന്താണ് പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടില്ലേ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അതിന്റെ ആഹാരം എന്താ? അരി ആഹാരം ഒഴിവാക്കുക, ഇറച്ചി മാത്രം തിന്നുക. മനസ്സിലാകുന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തിനാ ഇപ്പൊ വേറെ ഞാൻ മുസ്ലിയാക്കന്മാർ വെറുതെ കള്ളം പറയാടോ? നമ്മൾ ഈ ഖുർആനും ഹദീസും ഒക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല. ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി, ഭാരം കുറയ്ക്കാൻ വേണ്ടി 60 കിലോക്കാരനൊക്കെ 10 കിലോ കുറച്ചു 2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഇത്ര കുറച്ചു. എന്താണ് അവരുടെ ഭക്ഷണം? എന്താ? അരിയാഹാരം ഒഴിവാക്കുക, 200 ഗ്രാം 300 ഗ്രാം ഇറച്ചി തിന്നുക. എന്നാൽ അറ്റാക്ക് വന്ന് അടിച്ചു പോകണ്ടേ? ഈ ദിവസം തോറും ഈ ചങ്ങാതി തിന്നുന്നത്, ബീഫൊക്കെ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ വിഷമം വന്നു പോകുന്നത്. എന്നിട്ട് ആരെങ്കിലും മരിച്ചു പോയോ? റാഹത്തായിട്ട് അവരത് കഴിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ഗുണമുണ്ടെന്നല്ലേ? ഖുർആനല്ല ഈ പറഞ്ഞ വാക്ക്. ഇതിൽ ഗുണമുണ്ടെന്ന് നബിതങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ ഗുണമുണ്ട്. പച്ചക്കറിയെക്കാളും ഗുണമുള്ളത് ഇറച്ചിയാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. പച്ചക്കറിയിലത്തെ ഗുണം ഇപ്പൊ എന്താ പ്രശ്നമല്ലേ? ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് അറ്റാക്ക് വരുന്നില്ലേ? പച്ചക്കറി മാത്രം തിന്നുന്നവരാണ്. എത്ര പേരുണ്ട് അറ്റാക്ക് വന്നവർ? എത്ര പേർക്ക് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്? ക്യാൻസർ പിടിച്ചവരുണ്ട്. ഇറച്ചി തൊട്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. ഇറച്ചിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇറച്ചി വെച്ചല്ലേ പല പല ലേഹ്യങ്ങള്, വേലിയാടിന്റെ രസായനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന. പിന്നെ എവിടെ നിന്നാണ്? പോട്ടെ, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, നല്ല ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകി. അത് വേവിച്ച് കഴിക്കണം, നല്ലതുപോലെ വേവിച്ച് കഴിക്കണം. ഇപ്പൊ പറയുന്നത് എന്താ? ശാസ്ത്രം പറയുന്നത് എന്താ? നല്ലതുപോലെ വേവിച്ച് തിന്നണേ. അതെ, ചുമ്മാ കടിച്ചു പിടിച്ച് കറുമുറ തിന്നുന്നത്. മുട്ടയൊക്കെ കോഴിക്കൂട്ടി എടുത്തിട്ട് തട്ടുക, പൊട്ടിക്കുക പാടില്ല. മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ തട്ടി അങ്ങോട്ട് പച്ചക്ക് അടിക്കല്ലേ. അതേപോലെ ബുൾസെ ഒരു ഭാഗം വേവുന്നുള്ളൂ, അടുത്ത ഭാഗം വേവുന്നില്ല. അതുകൊണ്ട് അത് വേവിച്ച് കഴിക്കണം. അത് ബുൾസയൊക്കെ അടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളി. ഇനി ബുൾസയ്ക്ക് ഇയാൾ താണ്ട എതിര് പറയാൻ പോവാണല്ലോ, പടച്ചവനെ ആ കച്ചവടം നിർത്തി കളയാൻ പോവാൻ എന്ന് ധരിക്കരുത്. അതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ച് കഴിക്കുക സഹോദരങ്ങളെ. പച്ചയ്ക്ക് തിന്നരുത്. അതാണ് ഈ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പൊ തന്നെ ശാസ്ത്രം പറയുന്നില്ലേ, ഏതും നിങ്ങൾ വേവിച്ച് കഴിക്കും, നല്ലതുപോലെ വേവിച്ച് കഴിക്കും. അപ്പോൾ അതിന്റെ എല്ലാ ന്യൂനതകളും മാറിക്കിട്ടും. മാത്രമല്ല വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് തിരിച്ച് വീണ്ടും രണ്ടാമത് വേവിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ളത് കഴിക്കി. അത് അല്ലാഹു തആല പറഞ്ഞത്, കുലൂ യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ കഴിക്കണേ, നിങ്ങൾ കുടിക്കണേ, നിങ്ങൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ദുർവ്യയം അരുതേ, അമിതമാകരുതേ, മിതമായ തോതിൽ കഴിക്കണേ. എങ്കിൽ അതിൽ നിന്ന് ഒരു രോഗവും നിങ്ങൾക്ക് ഉണ്ടാവുകയേ ഇല്ല. മിതമായ തോതിൽ കഴിക്കുക. ഇപ്പൊ കല്യാണത്തിന് വിളിച്ചു പറഞ്ഞു കുട്ടൻ മന്തി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ടെന്ന് പറഞ്ഞ് സംഭവം മറ്റുള്ളവന്റെ അന്നേരം വയറ് നമ്മുടെ അല്ലേ. ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് മൂലത്തിൽ നിന്ന് സാധനം താഴോട്ട് വരുന്നുമില്ല, എന്നാൽ മുകളിലോട്ട് ഗ്യാസും കയറുന്നില്ല, ആകെ പെരുകിയിരിക്കുകയാണ്. എന്താ പരിഹാരം എന്നറിയില്ല. ഒരു കല്യാണത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വെച്ച് കിട്ടിയത് ആളെ എഴുതേക്കാൻ വയ്യ. അള്ളാഹ് പറഞ്ഞു, മോനെ തിന്ന്, നീ കൂടുതൽ തിന്നരുത്, കൂടുതൽ തിന്നാൽ നിനക്കത് പ്രശ്നമാകും. വലാ തുസ്രിഫ്, അള്ളാഹ് പറഞ്ഞ വക്കതാണ്. ഇയ്യാക്കും വൽ ബത്ന
വയറ് നിറയ്ക്കുന്നത്, അമിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി, മിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണം. വയറ് നിറച്ചിട്ട് രാത്രി ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. അതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, രാത്രിയെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ ഉറക്കിയിട്ടായിരിക്കും അവരുടെ കാര്യം പരിപാടി തുടങ്ങുന്നത്. പാടില്ല. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വെള്ളം കുടിക്കാനും പാടില്ല. ഇത് ക്ഷീണം കണ്ടിട്ട് പിന്നെയും പടപടപടാന്ന് വെള്ളം കുടിക്കുക, എല്ലാം നമ്മൾ ഉൾട്ടായാ ചെയ്യുന്നത്. എന്നിട്ട് പല അസുഖങ്ങളും വരും. ഇതിനൊക്കെ എല്ലാത്തിനും കപ്പലണ്ടി, അണ്ടി, എന്താ കപ്പലണ്ടി എന്നാ പറയാ? അണ്ടി, എന്താ അതിന്റെ പേര്? കപ്പലണ്ടി, കടല. ആ കടലയുടെ തൊലിയോടുകൂടി കഴിക്കണം. അതാണ് തിബ്ബുൻ നബവി, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആ കടലയ്ക്കകത്തുള്ള ഗ്യാസ് മാറ്റാൻ ഈ തോലിലാണ് മരുന്നുള്ളത്. പക്ഷെ നമ്മൾ ആ തോല് കളഞ്ഞിട്ട് കടല മാത്രം കഴിക്കൂല്ലേ? സംഭവം എല്ലാം തിരിഞ്ഞു കുത്തിയില്ലേ? എന്നിട്ട് അള്ളാഹുവിനെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം മൊത്തം തിരിച്ചാണ് നമ്മൾ ചെയ്തത്. മൊത്തം അതെല്ലാം ഉൾട്ടായിപ്പോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്താലുണ്ടല്ലോ ഇൻഷാ അള്ളാഹ് ഒരു നിലയ്ക്കും ഒരു രോഗം ഉണ്ടാവില്ല. വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നത് പോലെ കുടിക്കണം. പതുക്കെ 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 അങ്ങനെ കുടിക്കാവൂ. ഇത് ഒറ്റ ലിറ്റർ. ഇതെന്താ ഇത്? ബോണറ്റ് പൊക്കിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. വെള്ളമെല്ലാം കൂടെ ഒറ്റ ലിറ്റർ ഒരേപോലെ കുടിക്കാണ്. അങ്ങനെ കുടിക്കരുത്. ചായ കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കണം. ബിസ്മി പറഞ്ഞ് ഓരോ മുടക്ക് വീതം വെള്ളം കുടിക്കണം. ഓരോ മുടക്കിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ശരീരത്തിന് ഗുണമുണ്ടാവും. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. അതേപോലെ ക്ഷീണിച്ച് വേർത്ത് വരുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. ആ വേർപ്പ് തീർന്നിട്ട് വെള്ളം കുടിക്കാവൂ. ക്ഷീണിച്ച് വന്നിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കുളിക്കാൻ പാടില്ല. ഒരുപാട് തിബ്ബുൻ നബവി ഉണ്ട് പഠിക്കാൻ. ശരീരത്തിന്റെ ആരോഗ്യം അത് നമ്മൾ സൂക്ഷിക്കണം. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ല രോഗം പടരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അതുകൊണ്ട് അള്ളാഹ് ഹലാലാക്കിയത് കഴിക്കുക, ഹറാമാക്കിയത് വർജിക്കുക. ഹറാമായത് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചാൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു വരെ പരീക്ഷിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, അല്ലദീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിമുല്ലദീന മളൗ. മുൻകാലങ്ങളിൽ കേട്ടിട്ട് പോലുമില്ലാത്ത മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു ഈ സമൂഹത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ലത് തിന്നണേ, നല്ലത് കുടിക്കണേ. അള്ളാഹു ഹറാമാക്കിയത് നമ്മൾ ഉപേക്ഷിക്കണേ. പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളോട് പറയുകയാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ്, വഫല്ലലനാ അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകലമാന സൃഷ്ടികളെക്കാൾ പടച്ചവൻ നമ്മളെ ആദരിച്ചിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നമ്മളെ ബഹുമാനിച്ചിരിക്കുകയാണ്. അവൻ നമ്മളെ ശ്രേഷ്ഠരാക്കി, ഉത്തമരാക്കി. മാലാഖമാരെക്കാളും ശ്രേഷ്ഠരാക്കിയ സമൂഹമാണ്, ശ്രേഷ്ഠരാക്കപ്പെട്ട സമൂഹമാണ് ഈ പാതിരാ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയതെങ്കിൽ ഓർക്കണേ, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്ന കാലഘട്ടത്തോളം അള്ളാഹു നമ്മളെ വേദനിപ്പിക്കുകയേ ഇല്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ള കാലഘട്ടത്തോളം അള്ളാഹു നിങ്ങളെ ഒരു ശിക്ഷയും നൽകി വേദനിപ്പിക്കുകയേ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ. നന്ദി വേണം, നന്ദി വേണം. നമ്മൾ തിന്നുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ നമുക്ക് നന്ദി വേണം. രോഗം വരാതിരിക്കാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ? മാരകമായ രോഗം പിടികൂടാതിരിക്കാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ? കേട്ടോളി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ പറഞ്ഞ കൊറോണ പിടിക്കൂല, ക്യാൻസർ പിടിക്കൂല, മാരകമായ വൈറസ് പിടിക്കൂല ഈ പറയുന്നത് പോലെ ചെയ്താൽ. നബിതങ്ങൾ പറഞ്ഞതാ. സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെയാണ് കുടുങ്ങിപ്പോന്നത്. സുബൈക്ക് തുടങ്ങുള്ളൂ. ളുഹർ മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. സുബൈ തന്നെ കയറി നബിതങ്ങൾ പിടിച്ചല്ലോ ഉടച്ചവൻ. അതാണ് ഗുളിക കഴിക്കുമ്പോൾ രാവിലെ തുടങ്ങല്ലേ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നും പറഞ്ഞിട്ടല്ലേ തുടങ്ങുക? അല്ല ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും നല്ലല്ലോ. ഗുളിക കഴിക്കുമ്പോഴും രാവിലെയാണ്, രാവിലെ മുതൽ. അപ്പൊ രാവിലെ മുതലാ തുടങ്ങാം. നമ്മളുടെ പ്രഭാതം മുതലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോഴും, നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും ഒക്കെ പ്രഭാതമാണ്. അതുകൊണ്ട് ഒരു മുസൽമാന്റെ തുടക്കം അവന്റെ രാവിലെ സമയം മുതൽ, എഴുന്നേൽക്കുന്ന സമയം മുതലാണ്.
ഒരു മുസൽമാന്റെ തുടക്കം മുതൽ ഉറക്കം വരെ, ഉണരുന്ന സമയം മുതൽ ഉറക്കം വരെ അവൻ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അതൊരു ദിവസം ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാകാം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദിവസം ഒരു മുസൽമാൻ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ തന്നെ ഇരിക്കണേ. നിങ്ങൾ 3 പ്രാവശ്യം പറയണം, അഊദു ബിൽ കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. 3 പ്രാവശ്യം സുബഹി നമസ്കാരം കഴിഞ്ഞ്, 3 പ്രാവശ്യം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ്. ഇത് രണ്ടും അഊദു ബി കലിമാത്തില്ല 3, ബിസ്മില്ലാഹിൽ 3. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. സൂറത്തുൻ നാസ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് പറയട്ടെ, 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല ഇവിടെ 15 പ്രഭാഷണത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഇതേപോലെ ഓരോ ദിക്റുകളും ഹദീസുകളും പറഞ്ഞു കൊടുത്തത് ഇന്നും അത് അമൽ ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് വന്ന ദിവസവും എൻ്റെ മുന്നിൽ പറഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോകണം. അള്ളാഹു വർഗമായി കൂലി കൊടുക്കട്ടെ. കാരണം അതിൻ്റെയൊക്കെ ഒരു സവാബ് നമുക്ക് കിട്ടും. അപ്പൊ ഈ പറയുന്നത് അമൽ ചെയ്യാനാണ് ഈ പറയുന്നത്. ഈ പറയുന്ന അമൽ ചെയ്യാൻ ഇന്നലെ വരെ നമ്മളത് ചെയ്തിട്ടില്ല, നാളെ മുതൽ തുടങ്ങിക്കോ. അതിനുവേണ്ടി പറയുന്ന വാക്കാണ്, നിബിധങ്ങൾ പറഞ്ഞ വാക്കാണ്. മാരകമായ രോഗം ഉണ്ടാവില്ല. 3 പ്രാവശ്യം അഊദു ബി കലിമാത്തില്ല, 3 പ്രാവശ്യം ബിസ്മില്ലാഹിൽ യളുറു മഅസ്മി, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ഒരു ദുആ, ഒരു ദിക്റും കൂടെ ഉണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതും 3 പ്രാവശ്യം ചൊല്ലണേ. മനസ്സിലായോ? 3 പ്രാവശ്യം അഊദു ബി കലിമാത്തില്ല, 3 പ്രാവശ്യം ബിസ്മില്ലാഹിൽ യളുറു മഅസ്മി, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എന്നിട്ടൊരു ദുആ, اللهم إني أعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إني أعوذ بك, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിനൽ ബറസി, വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഇന്നുവരെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ദുആ ഇരുന്നിട്ടുണ്ടോ? വെള്ളപ്പാണ്ട് എനിക്ക് ഉണ്ടാവില്ല. നമുക്ക് വെള്ളപ്പാണ്ടിനെ കുറിച്ച് ചർച്ച ഇല്ലാത്തത് കൊണ്ട് വെള്ളപ്പാണ്ട് എനിക്ക് ഉണ്ടാക്കല്ലേ അള്ളാഹ് നമ്മൾ ആരെങ്കിലും ദുആ ഇറക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട്, ഉസ്താദേ അസ്സലാമു അലൈക്കും, എനിക്ക് ഈ വെള്ളപ്പാണ്ട് ദുആ ഇറക്കണേ ഉസ്താദ്, ദുആ ഇറക്കണേ എന്ന് അത്രയും പറയാൻ അങ്ങ് വെക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹ് ശിഫയാക്കി കൊടുക്കട്ടെ. ആ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, അത് വന്നാൽ ഒരു ന്യൂനതയാണ്, അതൊരു ന്യൂനതയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങൾ അതാ പറഞ്ഞത്, ആ വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹുവെ ഞാൻ കാവൽ തേടുന്നു. നമ്മൾ ദുആ ചെയ്യണം. അത് വരായിക വരില്ല നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുവേ വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു നാഥാ. വൽ ജുനൂൻ, മാനസികമായ രോഗം, ഭ്രാന്ത്, മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന് നാഥാ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാഹ്. മാനസിക രോഗം നമുക്ക് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. വരുന്നതിന് മുമ്പേ ദുആ ചെയ്യണം. മാനസിക രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. 3-ാമത് നബി തങ്ങൾ പറയുന്നു, വൽ ജുദാം, ക്യാൻസർ പോലുള്ള, അർബുദം പോലുള്ള, കുഷ്ഠരോഗം പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വീണ്ടും വമിൻ സയ്യിൽ അസ്ഖാം, കൊറോണ പോലുള്ള രോഗങ്ങൾ, പ്ലേഗ് പോലുള്ള രോഗങ്ങൾ, നിപ്പ വൈറസ് പോലുള്ള രോഗങ്ങൾ, അല്ലാഹുവേ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചു കളയുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് പോലും ഞങ്ങളെ കൊണ്ടൊരു ഭാരമാകുന്ന രോഗത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാഹ്. ചൈനയിൽ ഓരോ കുടുംബക്കാര്
തന്റെ കുടുംബത്തിലുള്ള വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നില്ല. ഓർക്കണം, ഈ ദുആ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് വമിൻ സയ്യിൽ അസ്ഖാബ്, അള്ളാഹുവെ പടച്ചവനെ, ജനങ്ങൾ വെറുക്കുന്ന രോഗം, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത രോഗം, ഞങ്ങളുടെ കുടുംബം പോലും ഞങ്ങളെ വെറുക്കുന്ന രോഗം, ആ രോഗം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ഓരോ വീടുകളിൽ നിന്ന്, സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ സ്വന്തം കൈകൊണ്ട് പുറത്ത് തള്ളിക്കളയുകയാണ്. നീ മരിച്ചാലും പോയിക്കോ, നിന്റെ പേരിൽ ഞങ്ങൾക്ക് രോഗം വരരുത്, ഞങ്ങളും മരിക്കരുത്. സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. നേരിട്ട് കാണുന്ന കാഴ്ചയല്ലേ? ഇല്ലേ? കണ്ടില്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അള്ളാഹുവേ, ജനങ്ങൾ, ഞാൻ എന്റെ ഭാര്യ എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എന്റെ കുടുംബം എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ. ചില ആളുകൾ ഇങ്ങനെ മാരകമായ രോഗം പിടിപെട്ട് മരിക്കാതെ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവനുമില്ല മരണവുമില്ല, അങ്ങനെ നരകയാതന അനുഭവിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ളവർക്ക് ആ മനുഷ്യനോടൊരു വെറുപ്പുണ്ടാവും. ഇല്ലേ? വെറുപ്പുണ്ടാവും. എന്നോട് എത്ര പേര് വന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, സ്വന്തം വാപ്പ ആ കിടക്കയിൽ കിടക്കുമ്പോ ആ മക്കള് വന്നിട്ട് പറയാണ്, ഉസ്താദേ ഒന്ന് ദുആ ഇറക്കണം, മരിക്കാനോ ദുആ ഇറക്കണം ഉസ്താദ്, കാണാൻ വയ്യാന്ന്. ഖിദ്മത്ത് ചെയ്യ സഹോദര. സ്വന്തം വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയാണ്. സ്വന്തം വാപ്പ മരിക്കട്ടെ, എന്നോടൊന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജനങ്ങൾക്ക് പോലും വെറുപ്പുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടണം. സുബഹി നിസ്കാരം കഴിഞ്ഞത് ചെയ്യണം. എന്നാൽ അള്ളാഹു തആല ഈ രോഗം നമുക്ക് വരുത്തൂല. നബിതങ്ങൾ പറഞ്ഞ സദഖ റസൂലുള്ളാഹി. അള്ളാഹുവിനെ കാക്കണേ പടച്ചവനെ, അള്ളാഹുവിനെ കാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ വന്ന, ഈ ഇരിക്കുന്ന, ഈ ഒരുമിച്ച് കൂടിയ ഈ സഹോദരി സഹോദരങ്ങൾക്ക് പടച്ചവനെ, ഈ പറയപ്പെട്ട ഒരു രോഗം നീ വരുത്തല്ലേ പടച്ചവനെ. അള്ളാഹുവെ, നിന്റെ കുതിരത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ഈ മഹനീയമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളിൽ ആർക്കെങ്കിലും ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചവനെ, എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ, എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ. ഷാഫിയായ, വാഫിയായ, മുആഫിയായ അള്ളാഹ്, പരിപൂർണമായി നീ ശിഫയാക്കണേ പടച്ചവനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും അങ്ങനെ ചെയ്താൽ അവർക്ക് ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അതന്നെ സംഭവം. എല്ലാ രോഗത്തിനും മരുന്ന് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്തതിന് അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രോഗത്തിനും മരുന്ന് അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഡോക്ടർ നിബിധങ്ങളാണ്. നിബിധങ്ങൾ പഠിപ്പിക്കാത്തൊരു രോഗമൊന്നും ഇന്ന് ലോകത്തിൽ നിന്ന് ആർക്കും കാണിച്ചു തരാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അള്ളാഹു തൗഫീഖ് തരട്ടെ, അത് ചെയ്യാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അള്ളാഹു തആല അനുഗ്രഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. അത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. നമ്മൾ അതിൽ ശുക്ർ ചെയ്യാതിരുന്നാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകും. അതാണ് പരീക്ഷണം. അലിഫ് ലാം മീം. ഇനി നല്ലപോലെ ശ്രദ്ധിക്കണേ. മുസ്ലിങ്ങൾ ആ പടം എന്തിനാ പടച്ചോ നമ്മളെ ഇട്ടിടങ്ങറാക്കുക? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? ഈ അള്ളാഹ്ക്ക് നമ്മളോടൊരു ദയയില്ലേ? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, നമ്മളൊക്കെ നിസ്കാരമുള്ളവരാണല്ലോ, പിന്നെന്തിനാ അള്ളാഹ് നമ്മളായിട്ട് ഈ ഇടങ്ങറാക്കുന്നത്? അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഇത്രയും ദുആ ചെയ്തല്ലോ, എന്നിട്ട് ഇവരെന്താ ഇപ്പം ഈ സർക്കാർ താഴോട്ട് വീഴാത്തത്? അയാൾക്കൊരു കുരുവില്ലല്ലോ പടച്ചവനെ, ഒരു അസുഖവും ഇല്ലല്ലോ പടച്ചവനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇത്രയും ദുആ ചെയ്തിട്ട് ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല സർക്കാരിനെതിരെ. അതിൻ്റെ വിധങ്ങൾ പറഞ്ഞ വാക്കാണ്. സർക്കാരിനെതിരെ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ലാലിമ്യങ്ങൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യാം. അക്രമി ആരാണ് അവർക്കെതിരെ നമുക്ക് ദുആ ചെയ്യാം. അക്രമികൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിച്ച ചരിത്രമുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതി തരികയാണ് ഈ ആയത്ത്. എന്താണ്? മുസ്ലിങ്ങളെ, നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേര് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇതാ കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അൻകബൂത്ത്. ചിലന്തി. അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. എന്താണ് അത്? അതിന്റെ ആ ഇടങ്ങേറ് അതേപോലെയാണ് മുസ്ലിങ്ങൾക്ക്. അലിഫ് ലാം മീം. അഹസിബൻ നാസ് അയ്യുതറകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ
വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ജനങ്ങൾ കരുതുന്നുണ്ടോ, മുസ്ലിം ലോകമേ നീ കരുതുന്നുണ്ടോ, അയ്യുതറകൂ അവരെ വെറുതെ വിടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ, അയ്യഖൂലൂ ആമന്നാ ഞങ്ങൾ വിശ്വാസികളാണ് അല്ലാ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് അല്ലാ, ഞങ്ങൾ നമസ്കാരമുള്ളവരാണ് അല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ ഒരു പരീക്ഷണങ്ങളും അവർക്ക് ഏൽക്കുകയില്ല, അവരെ തീണ്ടുകയില്ല, അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഏതെങ്കിലും മനുഷ്യർ കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. മുസ്ലിം ആയതിന്റെ പേര് നമ്മളെ പരീക്ഷിക്കൂലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അള്ളാന്റെ ചോദ്യമാണ്. അടുത്ത ആയത്ത്. എന്തിനാ പരീക്ഷിക്കുന്നത്? മുസ്ലിങ്ങളെ പരീക്ഷിക്കുള്ളൂ. എന്തിനാ പരീക്ഷിക്കുന്നത്? നല്ലപോലെ കേട്ടോ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. മുൻഗാമികളായ എത്രയോ പേരെ നാം ഇതേപോലെ ഇതിനേക്കാളും കഠിനമായി പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ ആരാണ് സത്യസന്ധനായ മുസൽമാൻ, ഫലയഅലമന്നൽ കാദിബീൻ കാപട്യത്തിന്റെ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുസൽമാൻ ആരാണ്, ഒറിജിനൽ മുസൽമാൻ ആരാണ്. എത്ര വലിയ പരീക്ഷണങ്ങളാകട്ടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിക്കട്ടെ, ഞങ്ങളുടെ നെഞ്ചിൽ നീ വെടിയുതിർക്കട്ടെ, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടില്ല. അതല്ല, നിങ്ങൾക്ക് കോടികൾ നൽകാം, നല്ല പെണ്ണിനെ നൽകാം, മന്ത്രി കസേര നൽകാം, അധികാരം നൽകാം, സോപാനം നൽകാം എന്ന് കാപട്യത്തിന്റെ വേഷം ധരിച്ച മുസൽമാനോട് ഒരു വിഭാഗം കുഫാറുകൾ പറയുമ്പോ അവൻ ആ ഉച്ചിഷ്ടം തിന്നാൻ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു പോകുന്നവനാരാണ്? ഈ രണ്ടു കൂട്ടരെയും വ്യക്തമായി മനസ്സിലാക്കാനാണ് അല്ലാഹു ഈ മുസ്ലിം സമൂഹത്തെ പരീക്ഷിക്കുന്നതെന്ന് ഖുർആൻ. ഇപ്പൊ ഒറിജിനൽ മുസ്ലിമാരെ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിമാരെന്ന് ഇപ്പൊ നമുക്ക് അറിയാലോ. ഞാൻ പറയണ്ട, പേരൊന്നും പറയണ്ടല്ലോ. ഞാൻ പറയണോ? എന്തിനാ പറയുന്നത്? ഒറിജിനൽ മുസ്ലിമാരാ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിമാരാ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അദ്വാനിജിയുടെ മോളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ്. പുറത്താക്കുവോ ആരല്ലോ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി BBC റീഡറാണ്. സുഹാസിനി അദ്ദേഹത്തിന്റെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് നദീം ഹൈദറാണ്, മുസ്ലിമാണ്. നമ്മുടെ മുഖ്താർ അബ്ബാസ് നഖ്വി അശോക് സിംഗാളിന്റെ മോളെയാ. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അതേപോലെ ഷാനവാസ് ഹുസൈൻ രേണുകയെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, ഹിന്ദു. അപ്പൊ ഈ ഹിന്ദുക്കളുടെ നേതാക്കന്മാരുടെ മക്കളെയാണ് ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് അവരെ പുറത്താക്കാൻ പറ്റുമോ? ആരെങ്കിലും പുറത്താക്കുമോ? പക്ഷെ അവർ ഇസ്ലാമിക പേര് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും കുറെ സാധനങ്ങളൊക്കെ പോയില്ലേ? ഞാൻ ഒന്നും പേരൊന്നും പറയുന്നില്ലല്ലോ, പേരേണ്ട ആവശ്യമില്ലല്ലോ. ഒറിജിനാലിറ്റി ആരാ ഡ്യൂപ്ലിക്കേറ്റ് ആരാന്ന് അള്ളാഹ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ ഇതേപോലുള്ള പരീക്ഷണങ്ങൾ ഇട്ടുകൊടുത്തത്. നോക്കട്ടെ, ഇട്ടുകൊടുക്കാണ് പടച്ചവൻ. മീനിന് ഇട്ടുകൊടുക്കാണ് ആ ഏതാ കയറി കൊത്തുന്നതെന്ന് അറിയാൻ വേണ്ടി. ഒറിജിനൽ ആര്? അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഗവർണർ പേര് മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ BJPയുടെ ഒക്കെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ആയിരിക്കും, പേരിൽ മുസ്ലിം ആയിരിക്കും. ഒരുപാട് പേരങ്ങനെ പേരിൽ മുസ്ലിം കാണും, പല പല ആളുകൾ മുസ്ലിമീങ്ങൾ കാണും. പക്ഷേ അവർ ഇസ്ലാമിനെ കുറിച്ച് തള്ളിപ്പറയുന്നു. വേറെ ഒരു ജാരസന്തതിയായ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു 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 തന്തയില്ലാത്ത സാധനം. ഏതാ തന്തയെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അപ്പൊ അവള് ഞാൻ മുസ്ലിമായിട്ട് അങ്ങനെ പഠിച്ചപ്പോൾ ആ പണ്ഡിതൻ ഇങ്ങനെയായിരുന്നു, ഈ പണ്ഡിതൻ ഇങ്ങനെയായിരുന്നു. അവളെ ആയിരിക്കും ഏതെങ്കിലും പണ്ഡിതൻ പണിഞ്ഞ, അല്ലാതെ നമ്മുടെ ഒറിജിനൽ പണ്ഡിതന്മാരൊന്നും ആയിരിക്കില്ല. അവൾ
അങ്ങനത്തെ സാധനമായിരിക്കും. പേപ്പട്ടിയെ പോലെ റോഡ് സൈഡിൽ കിടന്ന് എല്ലാവർക്കും കൊടുപ്പ് കേസ്. അപ്പോൾ അവളായിരിക്കും ഇങ്ങനെ തുറന്ന് ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്. ഒരിക്കലും ഒരു ഇസ്ലാമിക മാനദണ്ഡമുള്ളവരല്ല. അതൊക്കെ ഈ കാപട്യത്തിന്റെ മുഖമണിഞ്ഞവരാണ്. ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതെല്ലാം. ഇത് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അല്ലാഹു തരംതിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം അല്ലാഹു ആർക്കാ നൽകിയത് കേട്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുന്നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, നബിയേ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ആർക്കായിരുന്നു ഹബീബേ? ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും വലിയ പരീക്ഷണം, കഠിനമായ പരീക്ഷണം, കഠോരമായ പരീക്ഷണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കൾക്കാണ്, പ്രവാചകന്മാർക്കാണ്. നമ്മുടെ മുൻഗാമികളായ 1,24,000-ൽ പരം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ സുഖലോലുപരായിട്ടല്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കഠിനമായ പ്രയത്നങ്ങളും കഠിനമായ വേദനകളും സഹിച്ചുകൊണ്ടാണ്, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പരിശുദ്ധമായ ഈ ദീനിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങൾക്കാണ്. ഏറ്റവും വലിയ പരീക്ഷണം. ഇപ്പൊ നമ്മുടെ വലിയ പരീക്ഷണം എന്താ? പൗരത്വം. കേട്ടോളി, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം പൗരത്വമാണ്. ഈ പൗരത്വ നിഷേധം എവിടെ നിന്ന് തുടങ്ങി? പ്രവാചകന്മാരിൽ നിന്ന് തുടങ്ങിയത്. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നമ്മളെ മാത്രമാണ്, കേരളക്കരയിലുള്ള നമ്മളെ മാത്രമാണ് ഈ ആട്ടി ഓടിച്ചു വിടുന്നത്, നമ്മളെ മാത്രമായിരിക്കും ഇവർ പറഞ്ഞു വിടുന്നത്. നോ 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 നോ. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരെയൊക്കെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ആട്ടി ഓടിച്ചു. മുൻഗാമികളായ ഓരോരുത്തരുടെ എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. 1-2 കേട്ടോളി. ഉദാഹരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറയാണ്, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നല്ലാലിമീൻ. നല്ലപോലെ കേട്ട്. നമുക്കിപ്പോൾ വലിയ വിഷമമാണ്. നമ്മളെ ഓടിച്ചു വിടുവോ, നമ്മളെ ഓടിച്ചു വിടുവോ, നമ്മളെ ഓടിച്ചു വിടുവോ. നമ്മുടെ ഭാര്യയ്ക്കൊക്കെ എല്ലാ ദിവസവും, ഭാര്യയ്ക്ക് വൈകിട്ട് ഒരിക്കലും ഭർത്താവിനെ ചുംബിക്കാത്തവളിപ്പോൾ ദിവസം തോറും 3 ചുംബനം കൊടുത്തിട്ടാണ്. കാരണം ഇനി അറിയാൻ പറ്റൂല, ഞങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ ഞാൻ ബംഗ്ലാദേശിലാവോ, അല്ലെ നിങ്ങൾ ഇനി ബംഗ്ലാദേശിൽ പോയാൽ ഞാൻ പാകിസ്ഥാൻ, നമുക്കിനി ചുംബിക്കാൻ പറ്റൂല. എന്നാൽ ഇരിക്കട്ടെ, വർക്കത്തിനൊരു സുന്നത്തൊന്നും, ഭയങ്കര സുന്നത്ത് ഹയാത്താക്കൊക്കെ ഇപ്പോൾ ജോലി സംഭവം അറിയാൻ പറ്റുന്നില്ല. ഓടിച്ചു വിടുക ഒന്നും ഇല്ലയോ എന്നുള്ളത്. പെണ്ണുങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്. അപ്പം നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. അവരെയൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചു കൊടുക്കണം. തമാശ തന്നെയല്ല. ഞാൻ കാസർഗോഡൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ എന്നോട് സംഘടകർ പറയാം, ഉസ്താദെ പെണ്ണുങ്ങളൊക്കെ വലിയ വിഷമത്തിലെ ടെൻഷനിലാണ്, എല്ലാവരും ഇങ്ങനെ വേറെ ജയിലിലൊക്കെ അവിടെയൊക്കെ ആസാമിലൊക്കെ ഇട്ടിക്കുന്നുണ്ടാവും, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടിടുവോ, പിന്നെ നമ്മളൊക്കെ എന്താവും, വലിയ പേടിയാണ്, ഭയങ്കര ടെൻഷനിലാണ്. നമ്മളെങ്ങാണ് അവരെ കളഞ്ഞിട്ട് പോവോ അബീബെ? നമ്മൾ അള്ളാഹുവിനോട് എടുത്ത ഏറ്റവും വലിയൊരു കരാറല്ല, ഉസവ്വജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീം ബിഇഹ്സാൻ. ഒരു ഭാര്യയായിട്ട് നമ്മൾ അവളെ കൈക്ക് പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു കരാറെന്ന് പറഞ്ഞാൽ വാഖദ്ന മിൻകും മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാറാണ്. അതിൻ്റെ അർത്ഥം എന്താ? നീ തിന്നാൽ അവളെയും തീറ്റിക്കണം, നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കണം, നീ നല്ല റാഹത്തടി ജീവിക്കും, അവളെയും നീ ജീവിപ്പിക്കണം. അപ്പം നീ ജീവിക്കുന്നുണ്ട്, ഇവിടെയുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ അവൾ നിന്നോടൊപ്പം ഉണ്ടാകും. അതല്ലാതെ നീ അവളെ വിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ പോവാണെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അങ്ങനെ പേടി വേണ്ട. നമ്മുടെ ഭാര്യയെ കളഞ്ഞിട്ട് നമ്മളൊന്നും എങ്ങോട്ടും ഇൻഷാ അല്ലാഹ് പോവില്ല കേട്ടോ. പിന്നെ നമ്മളെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോകാതിരുന്നാൽ മതി. അതൊന്ന് സൂക്ഷിച്ചു, അതൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇപ്പൊ കാണുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയട്ടെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാർക്കുണ്ടായ സംഭവം എന്താ?
ആദ്യമായിട്ട് ഓരോരോ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലെ നമുക്ക് തുടങ്ങണം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അതിന് ചരിത്രം ഉണ്ട് കേട്ടോ. ആദ്യത്തെ പൗരൻ ആര്? ഇന്ത്യയുടെ. ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ പിന്നെ ഒരുപാട് ചരിത്രം പറയേണ്ടി വരും. എന്നാലും ഒന്ന് കേട്ടോളി. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഹമാര പിതാജി കോൻ ഹേ? ഏ ഭായിയോ ബഹനോ ഒക്കെ ചോദിക്കൂലേ? ഏ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാൽ ഖിലയുടെ മോളിൽ കയറി എന്നൊക്കെ പറയുമ്പോ ആരാണ് പ്രഥമ പൗരൻ? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറിയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബീവി ഹവ്വ, രണ്ടുപേരും കൂടെ അല്ലാഹു തആല പറഞ്ഞു, ഏയ് ആദമേ, ആ പരിസരത്ത് കണ്ടോ, ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാകാനുള്ള കാരണം അനുസരണക്കേടാണ്. നല്ലപോലെ മനസ്സിലാക്കിക്കോ. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തിന്റെ പരിസരത്ത് അടുക്കരുത് കേട്ടോ. ഇവിടെ അടുത്ത നിങ്ങൾ രണ്ടുപേരും ലാലിമീങ്ങളാവും. അള്ളാഹ് പറഞ്ഞ വാക്കതാണ്. അനുസരണക്കേട് കാണിച്ചാൽ ലാലിമാവെന്ന പറഞ്ഞ, അക്രമിയാവെന്ന പറഞ്ഞ വാക്കതാണ്. ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയോ പോയ തക്കം നോക്കിയിട്ട് ഈ ശൈത്താൻ വന്നിട്ട്, ഇബ്ലീസ് വന്നിട്ട് പെണ്ണിനെ കുടിച്ച്. അതാണ് എല്ലാവരും ഈ പെണ്ണിനെ കൊടുക്കുന്ന സ്വഭാവം. പെണ്ണുങ്ങളെ കൊടുക്കുക. ഇപ്പൊ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ഈ നമ്മുടെ പൂർവിക വിദ്യാർത്ഥികള് അവരുടെ പഴയ നമ്പരൊക്കെ പിടിച്ചിട്ട്, പഴയ നമ്പറുകളൊക്കെ പിടിച്ചിട്ട് അവർ തമ്മിൽ ഇതൊക്കെ ലൈനടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് ഈ കൊച്ചു കുട്ടികൾ, ഈ സ്കൂൾ കുട്ടികളൊക്കെ ലൈൻ അടിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് കൊതി വരുന്നു. പക്ഷേ പണ്ടൊന്നും നമുക്കിത് പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ഗവേഷണം ചെയ്ത് നോക്കും. മുട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കളം വരച്ചിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ നമ്പരെല്ലാം തപ്പിപ്പിടിച്ചിട്ട് ഹായ് കൂയ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ ഇട്ടിട്ട് ആ പൂർവിക വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ആണും പെണ്ണും കൂടെ അങ്ങനെ പിന്നെ ചോദിച്ച് ആദ്യം പറയും നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരവും പോയി അളിയ, സമയവും പോയി അളിയ, എൻ്റെ ചാരിത്ര്യവും പോയി അളിയ, എൻ്റെ കുടുംബവും പോയി അളിയ. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇത് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അപമാനിതരാകും. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് നിലനിർത്തട്ടെ. നമുക്കൊരു കുടുംബമുണ്ട്. നിന്റെ കൂട്ടുകാരുമായിട്ട് നീ സംസാരിച്ചോ. എന്തുകൊണ്ട് പ്രദീപ വിശേഷ സുഖമല്ലേ, കുടുംബജീവൊക്കെ റാഹത്തല്ലേ, മക്കളൊക്കെ സന്തോഷമാണല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, ആ ശരി, ഓക്കെ. പിന്നെ കാളവാല് പൊക്കുന്ന രീതിയിലുള്ള മെസ്സേജ് വന്നാൽ അറിയാം ഇത് സംഭവം. മോനെ ദിനേശ, ഇത് വേണ്ട, എനിക്കൊരു കുടുംബമുണ്ട്, 3 മക്കളുണ്ട്, അതൊക്കെ കൊണ്ട് ഈ പണി വേണ്ട, അതുകൊണ്ട് നീ നിർത്തിയാലേ, നമ്മളുള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി ഡിലീറ്റ് ആക്കിയത്. ഹലാസ്, തീർന്നല്ലോ. ഇനി അല്ലാതെ അവൻ കുറേ ഓഫറുകൾ നിനക്ക് ഇട്ട് തരും. നീ ആ ഓഫറുകളൊക്കെ സ്വീകരിക്കും. അവൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ പറയും. നീ അങ്ങോട്ട് പോകും. അവന് ഒരു ദിവസം നിന്നെ ഒന്ന് വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവനോട്ടുള്ള ബന്ധം തരും. പിന്നെ അവൻ നിന്നെ ബ്ലോക്ക് ആക്കിക്കൊള്ളും. നീ പിന്നെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല. നിന്റെ ബ്ലോക്ക് തുറക്കും, അവൻ്റെ ബ്ലോക്ക് അടയും. അതാ സംഭവം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയോ, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തേ പോവാന്നോ? ആ, പെട്ടെന്ന് വിട്ടേക്കെന്നാ. കേട്ടോളി, വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബിയുടെ ഭാര്യയെ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി. ആദം നബിയുടെ ഭാര്യ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി, അങ്ങോട്ട് വീണു, അതിലങ്ങോട്ട് വീണുപോയി. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നതാണ്. ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ. അന്ന് അവിടെ കൊല നടന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ കൊല നടക്കാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ അതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അന്ന് നമ്മുടെ പെണ്ണിനെ അവിടെ കുടുക്കി, നമ്മുടെ ഉമ്മയെ അവിടെ കുടുക്കി, അതിൽ വീണു. അത് വേറെ ലൈനടിയൊന്നും അല്ലായിരുന്നു. അത് പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ തീറ്റിച്ചു. അപ്പൊ അള്ളാന്റെ ഓർഡർ വന്നു, ഇവിടെ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഇവിടെ പൗരത്വമൊന്നുമില്ല. വണ്ടി വിട്ടോളാൻ പറഞ്ഞു. നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വണ്ടി വിടാൻ തീരുമാനിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസ്മസ് ആക്കി തിരിച്ചെടുക്കൂലല്ലോ. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുക, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക്, ഇവിടുന്ന് പൊയ്ക്കോ, അനുസരണക്കേട് കാണിച്ചല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരാജ്യങ്ങളിൽ വെച്ച് ഏത് മണ്ണിലേക്കാണ് ഇറക്കാൻ തീരുമാനിച്ചതെന്നറിയോ? ലോകത്ത് നിന്ന് 247 രാഷ്ട്രങ്ങളുണ്ട്. ലോകത്ത് നിന്ന് 247 രാഷ്ട്രം, 196 രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുണ്ട്. അംഗത്വം ഇല്ലാത്തതും കൂടെ ചേർത്താൽ 247 രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തുണ്ട്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാജ്യങ്ങളിൽ വെച്ച് ആദം നബിയെ ഇറക്കാൻ തീരുമാനിച്ചത് മഹത്തായ ഈ ഭാരതത്തിന്റെ മണ്ണിലാണ്. അമേരിക്കയിൽ അള്ളാഹ് ഇറക്കാൻ തീരുമാനിച്ചില്ല, ഇംഗ്ലണ്ടിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല, യൂറോപ്പിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല സൗദി അറേബ്യയിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മണ്ണിലാണ്, ഇന്ത്യയുടെ മണ്ണിലാണ്. അതുകൊണ്ട് പ്രഥമ പൗരൻ ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെയാ ഇറങ്ങിയത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ ഹബതല്ലാഹു ആദമ ഇലൽ അർളി ബിദജ്നാ ഐ അർളുൽ ഹിന്ദി. ദജ്ന എന്ന് പറയുന്ന മണ്ണിലാണ്, ഭൂമിയിലാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ആദം നബിയെ ഇറക്കിയത്. അന്ന് ആ ദജ്ന എന്ന് പറയുന്നത് സറൻ ദ്വീപാണ്, അത് ശ്രീലങ്കയാണ്. ഇന്നും നിങ്ങൾ തമിഴ്നാട്ടിൽ രാംനാട് ഡിസ്ട്രിക്റ്റിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒന്നുകൂടെ നിങ്ങൾ മുന്നോട്ട് നടന്നാൽ ഖാബീൽ, ഹാബീൽ, ഇഖ്ഹിമ എന്ന് പറയുന്ന ആദം നബിയുടെ 3 മക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. രാമേശ്വരം പാമ്പൻ പാലം കേട്ടിട്ടുണ്ടോ? രാമേശ്വരം പാമ്പൻ പാലം, കടലിലൂടെ ഒരു പാലമുണ്ട് തമിഴ്നാട്ടില്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ അവിടുന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി എവിടെയാണ് ഈ ഖാബീല് ഹാബീലിന്റെ മക്ബറ. പോയാൽ കാണാം 70 മുഴ നീളത്തിൽ 2 ഖബർ കാണാം. അവിടെ നിന്ന് കടൽ മാർഗം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദം മലയിലെത്തും. കടൽ മാർഗം സിലോൺ, ശ്രീലങ്ക. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല, അത് അടുത്ത രാജ്യമായി പോയില്ലേ. അപ്പൊ അന്ന് ഇതെല്ലാം സിന്ധിൽ പെട്ടതാണ്, ഇന്ത്യയിൽ പെട്ടതാണ്. അന്ന് ഇതെല്ലാം മനസ്സിലാക്കണം. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇറങ്ങിയത്. ഇന്നും ആദം നബിയുടെ പാദസ്പർശമേറ്റ അടയാളം അവിടെ ഉണ്ട്. ആദം മല എന്നാണ് അവിടെ അറിയപ്പെടുക, ആദം മല. ഇന്ന് അറബികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നും അവിടെ സന്ദർശകരുണ്ട്. ആദം മല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 70 മുഴമാണ് നീളം. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം ആദം നബിയെ ഇറക്കിയപ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ വകാന റഅസുഹു ഫിസ്സമാ, ആദം നബിയുടെ തല ആകാശമുട്ടേ നിൽക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബിയുടെ നീളം അല്ലാഹു തആല തഅറസഹു ഇലാ 70 ദിറാഅ, 70 മുഴമായി അല്ലാഹു കുറച്ചു. 70 മുഴാക്കി കളഞ്ഞു. ആകാശം മുട്ട നീളമുണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ. എല്ലാം കാണാം, മലക്കളെയും കാണാം, മലക്കളുടെ ശബ്ദം കേൾക്കാം, അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നീളം കുറച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, യാ റബ്ബി, പടച്ചവനേ, ഇന്നി ലാ അസ്മഉ അസ്വാതൽ മലായിക വലാ അഹ്സുഹും. അല്ലാഹുവേ, ഇന്ന് വരെ മലക്കുകളുടെ സംസാരങ്ങളും അവരുടെ ചലനങ്ങളും ഞാൻ അവരുടെ ശൈലികളും ശബ്ദമാധുര്യവും കേട്ടവനാണ്. അല്ലാഹുവേ, നീ എൻ്റെ നീളം കുറച്ചു പോയല്ലോ, അവരുടെ സംസാരങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. വിഷമം പറഞ്ഞു. അല്ലാഹ്, പടച്ചവനെ, നീളം നീ കുറച്ചു കളഞ്ഞല്ലോ, എന്റെ നീളം നീ കുറച്ചു കളഞ്ഞല്ലോ പടച്ചവനെ, എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹു തആല മറുപടി പറഞ്ഞു, എന്തിനാണ് നീളം കുറച്ചതെന്ന് അറിയുവോ ആദമേ? ഖതീഅതുക യാ ആദം, ആദമേ, നീ ചെയ്ത പാപമാണ് നിന്റെ നീളം കുറയാൻ കാരണം. ഒരു പാപം ചെയ്ത് അല്ലാഹു തആല ഒരു പണിഷ്മെന്റ് നമുക്ക് തരൂല. അവിടെ ചെയ്ത തെറ്റില് അല്ലാഹു തആല പൗരത്വം എടുത്ത് കളഞ്ഞ് അങ്ങോട്ട് വിട്ടു, നീളവും കുറച്ചു കളഞ്ഞു അല്ലാഹു തആല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നില്ല. ഈ ഇടങ്ങേറാക്കിയ പെണ്ണുമ്പുള്ള ഭാര്യ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. രണ്ടുപേരും 2 സ്ഥലത്താക്കി കളഞ്ഞു അല്ലാഹു തആല. അതാണ് നോക്കണേ. ഇന്ന് വരെ മക്കയിൽ ബഹുമാനപ്പെട്ട ഹവ്വാ ബീവിക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഈ മക്കയിൽ വന്നു പോരെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ഈ മക്കയിൽ വന്നു പോകരുത്. ഹവ്വാ ബീവിക്ക് മക്കയിൽ വരാൻ പറ്റിയിട്ടില്ല. ഹവ്വാ ബീവി എവിടെ അടങ്ങിയത്? ജിദ്ദയിൽ. അതിനാണ് ജിദ്ദയ്ക്ക് ജദ്ദ എന്ന പേര് വന്നത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുമ്മ എന്നതിന്റെ അർത്ഥം. ജദ്ദത്ത് ഉമ്മുമ്മ എന്നർത്ഥം. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും അല്ലാഹു തആല ഒന്ന് യോജിപ്പിച്ചു. എവിടെ വെച്ചാണ്? അറഫയിൽ വെച്ച്. ഫതആറഫാ
അവർ രണ്ടുപേരും അറഫയിൽ വെച്ച് സംഗമിച്ചപ്പോ പരിചയപ്പെട്ടു, കണ്ടു, സന്തോഷിച്ചു. അങ്ങനെ പരസ്പരം അവർ അറിഞ്ഞു. അതിന്റെ പേരിലാണ് തആറഫ എന്ന പേരാണ് അറഫായിക്ക് അല്ലാഹു തആല ഇട്ടത്. അറഫ എന്ന പേര്, പരസ്പരം അറിയുക. ഇന്നും അതേപോലെയല്ലേ? കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ അറഫ മൈതാനിയിലാണ് ഒരുമിച്ച് കൂടുക. ആ അറഫ മൈതാനിൽ പരസ്പരം നമ്മൾ അറിയും പലരെയും. അതുകൊണ്ടാണ് അറഫ മൈതാനത്തിന് അറഫ, അറിഞ്ഞു എന്ന പേരിടാനുള്ള കാരണം. മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്, സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, റബ്ബനാ അരിനാ മനാസികനാ, എനിക്ക് നീ ഹജ്ജ് ഒന്ന് പഠിപ്പിച്ചു താ നാഥനേ. ഹജ്ജ് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറയാണ് ഹജ്ജ്. അപ്പൊ ഈ ഹജ്ജിന്റെ ക്ലാസ് എടുക്കണ്ടേ? ഹജ്ജിന്റെ ക്ലാസ്സിൽ പോകണ്ടേ? ഹജ്ജ് പഠിക്കണം, ഉംറ ചെയ്യേണ്ടത് പഠിക്കണം, ഹജ്ജ് ചെയ്യേണ്ടത് പഠിക്കണം. അത് നല്ല നിലയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ക്ലിയർ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കൊണ്ട് 4 ലക്ഷം രൂപ കളഞ്ഞിട്ട് വരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു, അരിനാ മനാസികനാ, പടച്ചവനെ ഹജ്ജിന്റെ മനാസിക്കുകളെ നീ ഒന്ന് പഠിപ്പിച്ചു തരണമേ നാഥാ. ഉടനെ അല്ലാഹു ജിബ്രീലിനെ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ വഹിച്ചുകൊണ്ട് ജിബ്രീൽ ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനമായി അറഫ മൈതാനിയിൽ ജിബ്രീലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും എത്തുകയാണ്. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അറഫ്തു യാ ജിബ്രീൽ, ഹജ്ജ് എന്താണെന്ന് ഞാനിപ്പോ പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി ജിബ്രീൽ. അങ്ങനെ അറഫ എന്ന പേര് അവിടെ വന്നു. അതിനാണ് ഈ അറഫ എന്ന പേര് വന്നത്. അറിഞ്ഞു, മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വ ബീവിയെയും 2 ധ്രുവത്തിലാക്കി. മക്കയിൽ വരരുതെന്ന് ഓർഡർ ഇട്ടു. അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഭൂമിയിലിറക്കി. വർഷങ്ങളോളം അവർ ദുആ ചെയ്തു. എവിടെ ഇറങ്ങിയത്? ശ്രീലങ്കയിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ. ഒരു ഹദീസ് കേട്ടോ, നല്ലപോലെ കേട്ടണം. ആദം നബിയാണ് നമ്മുടെ പ്രഥമ പൗരൻ. ഓർത്തോ, കളി വേണ്ട. ഇന്ത്യയിൽ നമ്മളോടുള്ള കളിയൊന്നും വേണ്ട. ഇതെല്ലാം പ്രശ്നങ്ങളിലേ തീരുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ഉദരജീവികളും പല പ്രാണികളും ആദം നബിയെ ഇടങ്ങേറാക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട് ഭാര്യയില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് ആദം നബി. ഇങ്ങനെ ഇതേപോലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. ഇപ്പൊ നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ ഗൂഡല്ലൂർ കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ രാത്രിയായ എന്തായിരിക്കും രംഗമെന്ന് ആലോചിച്ച് നോക്കും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കയ്യിലും കാലിലും ഒക്കെ പാമ്പുകളൊക്കെ കയറാനൊക്കെ തുടങ്ങി. ഉടനെ അല്ലാഹു തആലയോട് പറഞ്ഞു, പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ, ഇനി വല്ലാത്ത കുടുക്കിൽ എന്നെ നീ പെടുത്തിയില്ലേ. ആദം നബി തൗബ ചെയ്തു. എന്താണ് ആ തൗബ? ആ തൗബയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓർത്തോ, എപ്പോഴും ചെയ്തോണം. എന്താ അതിനകത്തുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ പറയുന്ന വാക്കാണ്, റബ്ബനാ ളലംനാ. ഒരു പ്രവാചകൻ പറയാണ്, ഞാൻ അക്രമിയായി അല്ലാ. ഇന്ന് നമ്മൾ പലരെയും നോക്കി നീ ലാലിമാണെന്ന് നമ്മൾ പറയാറില്ലേ? അതേ വാക്ക് തന്നെയാണ് ഒരു പ്രവാചകൻ പറയുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ. ഞങ്ങൾ അക്രമികളായി പോയി അല്ലാ. നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലാകും അല്ലാ. അതുകൊണ്ട് ഞങ്ങളോട് നീ കരുണ ചൊരിയണേ അല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകാന്തത അനുഭവപ്പെട്ടപ്പോ പടച്ചവനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവലാതി പറയുകയുണ്ടായി. ഉടനെ ആദം നബിക്കൊരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും ഒരു കൂട്ടിനും വേണ്ടി ഫനസല ജിബ്രീൽ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിലേക്ക് അല്ലാഹു അയക്കുകയാണ്. പ്രഥമമായി ദൂതനായ ജിബ്രീൽ വന്ന മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണെന്ന് ഓർക്കണേ. വെറുതെയല്ല ജിബ്രീൽ വന്നത്. ഫനാദാ ബിൽ അദാൻ, ആദം നബിയുടെ അരികിൽ നിന്ന് ജിബ്രീൽ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്കിലൂടെ ബഹുമാനപ്പെട്ട ആദം നബി കേൾക്കുകയാണ്. ഫലമ്മാ സമിഅ ദിക്റ മുഹമ്മദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബാങ്ക് വിളിച്ചപ്പോ അതിൽ മുഹമ്മദിന്റെ പേര് വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ മുഹമ്മദുൻ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ മുഹമ്മദ് ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ മറുപടി പറയുകയാ, ഹാദാ ആഖിറു വലദിക മിനൽ അംബിയാ, അംബിയാ മുർസലീങ്ങളിൽ അവിടുത്തെ പരമ്പരയിൽ, അവിടുത്തെ സന്താന പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ്. ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച്, ഈ ബാങ്കിനെ വിളിക്കാൻ പാടില്ല എന്നല്ലേ പറയാ. ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ബാങ്ക് വിളിച്ച് ആദ്യം, എന്നിട്ട് ഈ ബാങ്ക് വിളിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ജിബ്രീൽ ഇറങ്ങിയ മണ്ണാണ്. ആ ജിബ്രീൽ ഒരു വടി കൊണ്ടുവന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. ആ വടിയാണ് കാലക്രമേണ മൂസാ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടെന്ന ചരിത്രം അറിയില്ലേ? സ്വർഗത്തിൽ നിന്ന് കുറച്ച് വിഭവങ്ങളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്തിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തൊന്നും ആദം നബി തന്നെ കൊണ്ടുവന്നൊന്നുമുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരൂല്ലേ, നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഉടനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, ബാക്കിയൊക്കെ സാധനം ഗോഡൗണിൽ വരുന്നുണ്ട്. എന്നാലും കയ്യിൽ കുറച്ച് കൊണ്ടുവരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. അതിലൊന്നാണ് ആ വടി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത വടി. അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ കടന്ന് വന്ന് പല പല പ്രവാചകന്മാരിലൂടെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലെ ആ വടി, അത് അടിക്കാൻ പറഞ്ഞില്ലേ, കല്ലിലൂടെ ഉറവ വന്നതും കടലിൽ അടിക്കാൻ പറഞ്ഞതൊക്കെ വെറിയ സാധാരണ ഒരു വടിയല്ല. അത് സ്വർഗത്തിൽ നിന്ന് വന്ന വടിയാണ്. അതേപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഊദ് കൊണ്ടുവന്നു. ആ ഊദാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആസാമിലാണ്. അതുകൊണ്ടാണ് ആസാം മുതൽ പണി തുടങ്ങുന്നത്. മനസ്സിലായോ? അറബികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഊദുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ഊദാണ് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് എവിടെയാ കൂടുതലുള്ളത്? ആസാമിലാണുള്ളത്. അതാണ് ഊദ്. അവിടെ നിന്ന് ഈ മുസ്ലിങ്ങളെ മൊത്തം ഇവിടെ നാട്ടി ഓടിച്ചാലേ ഇതും കൂടെ അമ്മക്ക് ഇപ്പൊ കരസ്ഥാക്കാൻ പറ്റുള്ളൂ. പണി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഏലം കൊണ്ടുവന്ന്, ഏലം ലോകത്ത് ഏറ്റവും കൂടിയ സ്പൈസസ് ഐറ്റംസ്, ഏറ്റവും വില കൂടിയതും ഏറ്റവും പ്യുവർ, വെരി പ്യുവർ ഓർഗാനിക് സാധനം, സ്പൈസസ്, ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങൾ എവിടെയുള്ളത്? അത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തമ്പടിച്ചത്. മൂന്നാറില്, ഇടുക്കിയില്, ഇവിടൊക്കെ തമ്പടിച്ചത്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കോട്ടകളൊക്കെ നമുക്ക് കാണാമല്ലോ, തുരങ്കങ്ങൾ കാണാമല്ലോ. ഇവിടെ നിന്നാണ് ആ സാധനങ്ങളൊക്കെ അവർ അങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി പോയത്. ഏറ്റവും നല്ല സാധനം ഇവിടെയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ആര് കൊണ്ടുവന്നു ഇതിന്റെയൊക്കെ തബറുക്ക്, ബർക്കത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കേരളക്കരയിലേക്ക് ആ ബർക്കത്ത് അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിലെ ഒരു സ്വഹാബി ഇഞ്ചി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അന്ന് കേരളത്തിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഞ്ചി കൊടുക്കണമെങ്കിൽ ആര് പോകണം? ഇന്ന് ഇന്ത്യയിലെ ഒന്നാമത്തെ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മസ്ജിദാണ്. ചരിത്രത്തിലെ ചക്രുത്തി പെരുമാൾ എന്ന സ്ഥാനം പിടിക്കപ്പെട്ട താജുദ്ദീൻ നബി തങ്ങൾ പരിശുദ്ധമായ ജിദ്ദയിൽ തമ്പടിച്ചപ്പോ ആ താജുദ്ദീൻ എന്ന് പറയുന്ന ചക്രുത്തി പെരുമാൾ താജുദ്ദീൻ എന്ന പേരിന് അർഹനായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി സ്വഹാബിയായെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇഞ്ചി സുലഭമായി ലഭിച്ചിരുന്ന കേരളത്തിലാണ്. അന്ന് ഇഞ്ചി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ മദീനയിൽ ഇരിക്കുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സിന്ധിൽ നിന്ന് ഒരു സഹോദരൻ ഒരു പൊതിക്കെട്ട് നബി തങ്ങളുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. അള്ളാന്റെ റസൂൽ അത് തുറന്നിട്ട് ഓരോ കഷണം ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് അള്ളാന്റെ റസൂൽ വെച്ച് നീട്ടുകയുണ്ടായി. അത് സഞ്ചബീലായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സഞ്ചബീൽ എന്ന് പറയുന്ന ഇഞ്ചി അന്ന് സുലഭമായി ലഭിച്ചിരുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ്. മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിൽ കാലുകുത്തുകയും ഇവിടെ നിന്ന് നബി തങ്ങൾ ആ ഇഞ്ചി ഭക്ഷിക്കുകയും ചെയ്തതിന്റെ ബർക്കത്താണ് ഈ നാട്ടിൽ അല്ലാഹു തആല ഇറക്കിയ ഓരോ അനുഗ്രഹങ്ങളും. ചരിത്രത്തിൽ നിലമ്പൂരുകാരാ നിങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടത്തെ തേക്കിന്റെ കഷണം കൊണ്ടാണ് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ കാല് പണിതതെന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് തേക്ക് സുലഭമായിരുന്നത് നിങ്ങളുടെ സ്വന്തം നാടായ നിലമ്പൂരിന്റെ മണ്ണിലാണ്. ഒരു പക്ഷെ നിലമ്പൂരിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞ നാളെ ഇവറുകൾ കളിക്കണ്ട. ഇവർ അമ്മടെ തേക്ക് കൊണ്ട് ആയിഷ ബീവി കട്ടിലിന്റെ കാലുണ്ടാക്കി. ചരിത്രത്തിലുണ്ട് കേരളത്തിന്റെ ഒരു തേക്ക് കൊണ്ടുപോയിട്ട് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ കട്ടിലിന്റെ കാലുണ്ടാക്കിയത്. വെറുതെ ആണെന്നുള്ള ബർക്കത്ത് ഇവിടെ എല്ലാ നാടിനേക്കാളുള്ള ബർക്കത്ത് എന്തുകൊണ്ടാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അടങ്ങിയത് എവിടാ? ഒമാനിലാണ്. ഒമാന് മൊത്തം മരുഭൂമിയാണ്. അവിടെ ഒരു പച്ചയുമില്ല. പക്ഷെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു തആല അദ്ദേഹം അടങ്ങിയിരിക്കുന്ന സലാല ഒന്ന് പോയി നോക്ക്, കേരളം പോലെയാണ്. പോയിട്ടുണ്ടോ സലാലയിൽ? ഒന്ന് പോണം. മാങ്ങ ഉണ്ട്, തേങ്ങ ഉണ്ട്, കരിക്ക്, ഇളനീര്, വാഴ, നെല്ല്, അരി, കപ്പ, മരച്ചീനി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പടച്ചോനെ നമ്മളിപ്പോൾ നിലമ്പൂരിലൂടെയാണോ പോകുന്നത്, കേരളത്തിലൂടെയാണോ പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം എന്താ? അവിടെ കിടക്കുന്നതാരാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവനാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചത്. നമ്മൾ ചിന്തിക്കണം, അതിന്റെ ബർക്കത്താണ് കേരളം. അതുകൊണ്ടാണ് യൂറോപ്യൻകാർ ഗോഡ്സ് ഓൺ കൺട്രി, ഖൈറുള്ള, അറബികൾ വിളിച്ചിരുന്ന വിളിയാണ് ഖൈറുള്ള. ഖൈറുള്ള ഖൈറുള്ള എന്ന് അറബികൾ വിളിച്ചിരുന്നു. ഖൈറുള്ള 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 അതിങ്ങനെ പറഞ്ഞ് ലോപിച്ച് കേരള 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 എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഖൈറുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖൈർ ഇറങ്ങിയ നാടാണ്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട്. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ. സംസ്കാരം, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ നിലയ്ക്കും സാംസ്കാരിക ഉത്ബുദ്ധർ ഒരുമിച്ച് കൂടുകയും സമത്വവും സൗഹാർദ്ദവും സഹവർത്തിത്വവും വിദ്വേഷമില്ല, വിഭാഗീയതയില്ല, എല്ലാം ഒത്തു ഇണങ്ങിയ ഒരു സംസ്ഥാന അല്ലേ കേരളം? സംസ്ഥാനല്ലേ? അതുകൊണ്ടാണ് ബംഗാളികൾ പോലും പറയുന്നത് ഏറ്റവും നല്ല നാട്, ഏറ്റവും റാഹത്തായിട്ട് താമസിക്കാൻ പറ്റിയത് ബംഗാളിലാണ്, അല്ല കേരളത്തിലാണ്. അതുകൊണ്ട് ബംഗാളി ഇവിടെ വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ കേരളം ബംഗാളം ആകാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരു മാസത്തിൽ പെർ മന്ത് 5000 കോടി രൂപ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ടോ? ഒരു ബംഗാളി മാസം തോറും 10000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബംഗാളി മാസത്തിൽ 10000 രൂപ അയച്ചു കൊടുക്കും. 4 ലക്ഷം ബംഗാളി ഉണ്ട് പെരുമ്പാവൂര് മാത്രം. 5 ലക്ഷം ബംഗാളി 10000 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ തന്നെ എത്ര ആയിരം കോടിയായി? കണക്ക് കൂട്ടിയാൽ മതി. വീട്ടിൽ പോരുന്നു 5000 കോടി രൂപയായി. ഇവിടെ നമ്മൾ വലിയ മോലാളിയായിട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് 800 രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വലിയ മോലാളിയായിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 1500 രൂപ അവന് നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്. അവൻ മാസം തോറും കേരളത്തിൽ നിന്ന് 10000-ഓളം കോടി രൂപ അവൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു ബർക്കത്തേതാ? കേരളത്തിന്റെ മണ്ണിന്റെ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റൊരു ബർക്കത്ത് പറഞ്ഞുതരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. ഒരു നല്ല തണുത്ത കാറ്റ് അലിയാർ തങ്ങളുടെ തലയ്ക്ക് മീതെ തലോടിപ്പോയപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അലിയേ, ഈ കാറ്റ് ഏത് നാട്ടിലെ കാറ്റെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല നബിയേ, അറിയില്ല. ലാ യാ റസൂലല്ലാഹ്, ഖാല റസൂലുള്ളാഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്യബു റീഹിൽ അർളി അൽ ഹിന്ദു, ഭൂമിയിലെ ഏറ്റവും നല്ല
രസമുള്ള മണ്ണ്, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല മണ്ണ് അൽ ഹിന്ദു, അത് ഇന്ത്യയുടെ മണ്ണാണ്. ഫഅല്ലഖത് ശജറഹാ മിൻ റീഹിൽ ജന്ന, ആ ഇന്ത്യയിലെ വൃക്ഷങ്ങളെയും സ്വർഗത്തിലെ കാറ്റിനെയും അല്ലാഹു കൂട്ടിയിണക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബി കലാലയം. അറബികൾ ഇന്ത്യയിൽ വന്നിട്ട് ഇൽമു പഠിച്ചുകൊണ്ടൊക്കെ പോയത്. ഏറ്റവും വലിയ കലാലയം അതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഏറ്റവും വലിയ പണ്ഡിതന്മാർ മനസ്സിലാക്കണം, സ്വർഗത്തിലെ കാറ്റും ഇന്ത്യയിലെ വൃക്ഷങ്ങളുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാര്യമാണോ? വെറുതെ നല്ല മൈക്ക് പോലെ പാടിയത്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹമാരാ, സാരേ ജഹാം സേ അച്ഛാ, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല നാട് ഇന്ത്യയുടെ മണ്ണാൻ, ഇന്ത്യയുടെ മണ്ണാൻ, ഇന്ത്യയുടെ മണ്ണാൻ. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ബൈർ റഖ്നാ, ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം വൈരം വെച്ച് പുലർത്താൻ, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ. ഹിന്ദി ഹേ ഹം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. വതൻ ഹേ, നമ്മുടെ രാജ്യം. ഹിന്ദു സിതാ ഹമാര ഹമാര, സാരേ ജഹാം സേ അച്ഛാ, നമ്മുടെ രാജ്യം ഏത്? ഹിന്ദു, ഇന്ത്യ, സിന്ധ്. ഇനി ഹിന്ദി എന്ന പദം ഏത് പദാ സുഹൃത്തുക്കളെ? അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിന് അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. ഇന്നലകളിലൊന്നും ഉണ്ടായതല്ല ഹിന്ദ്. ഈ പേര് ഇന്നലകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പറഞ്ഞത് ഇന്നലകൾ ഉണ്ടായതാണോ ഇത്? അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിനെ അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളുടെ പേരും ഹിന്ദ്, ഹിന്ദ് എന്നാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കം പിടിച്ചെടുത്തത് അബൂ സുഫിയാന്റെ കൈകളിൽ നിന്നല്ലേ? അബൂ സുഫിയാൻ മക്കയുടെ രാജാവാണെങ്കിൽ അബൂ സുഫിയാന്റെ ഭാര്യ മക്കയുടെ റാണിയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഹിന്ദ്, ഹിന്ദ്, ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. അതേ ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഒരു മഹിതയെ ഓർമ്മയുണ്ടോ? അവരാണ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉതുബത്തിന്റെ മകൾ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. ഹിന്ദ് എന്ന പദം എവിടുത്തെ? ഇസ്ലാം, മുസ്ലിം പദാഭിവ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിപ്പോ വല്ലന്മാർക്ക് നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? സുഖിപ്പിക്കാം. നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖിക്കാൻ ഇപ്പൊ സൗകര്യം ചെയ്തു തരാം. ഓടിവാ, ഓടിവാ, ഓടിവാ. അപ്പൊ എല്ലാരെയും ഓടിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരൊക്കെ ഓടിച്ചു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ. പ്രവാചകന്മാരെ, നിങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കും. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മുടെ കേന്ദ്രം പറയുന്നത് പോലെ ഗർവാപ്പസി, ഗർവാപ്പസി, ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വന്നോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പൗരത്വം നൽകാം. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സത്യത്തെ ലോകത്തേക്ക് പഠിപ്പിക്കാൻ വന്നപ്പോ അവരുടെ പ്രതിയോഗികളും പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഇവിടെ ഞങ്ങൾ മാറ്റും.
ഒന്നുകിൽ ഇങ്ങോട്ട് മടങ്ങി വാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്നു, പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഓടിച്ചുവിടുന്നു. അടുത്ത പ്രവാചകനെ വിളിച്ചു. قال الملأ الذين استكبروا من قومه لنخرجنكم يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഒരു വിഭാഗം അഹങ്കാരികളും ഒരു വിഭാഗം ഫാസിസ്റ്റുകളും ഒരു വിഭാഗം നാസിസ്റ്റുകളും ഒരു വിഭാഗം തെമ്മാടികളും അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നോക്കിയിട്ട് പറയുകയാണ്, യാ ശുഐബ്, ശുഐബേ വല്ലദീന ആമനൂ മഅക, നിന്നെയും നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ പൗരത്വമില്ലാത്തതിന്റെ പേരിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ ഔല തഊദുന്ന ഫീ മില്ലത്തിനാ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വരണമേ. അവരും പറഞ്ഞത് തന്നെയാണ്. ലൂത്ത് നബി قالوا لئن لم تنته يا لوط لتكونن من المخرجين. ലൂത്തേ, നിന്റെ ഈ പണി നീ നിർത്തിയില്ല എങ്കിൽ നിന്റെ പൗരത്വം എടുത്തു കളഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പറഞ്ഞ വാക്ക് തന്നെയാണ്. തീർന്നില്ല, എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. സമയായോ? ആ 1.5 മണിക്കൂറോളം ആയി. അപ്പൊ നിർത്താവുന്ന അർത്ഥം അല്ലേ? ബാക്കി ആളെ പറയാൻ പ്രശ്നം. കൈ കൊണ്ടെല്ലാരും കാണിക്കും, പോലീസ് വരുമ്പോ കൈ കാണിക്കാൻ ആരും കാണൂല. അനമാഫി മുഷ്കിൽ, എനിക്ക് ഇല്ല, ചൂടൊന്നും കൂടില്ല. കറക്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ വിചാരിക്കാം, ഇപ്പൊ എല്ലാവരും വിചാരിക്കാൻ, ഓ ഇത് ഇങ്ങനെയൊക്കെയാ സംഭവം ഇല്ലേ, എന്നാ പിന്നെ നമ്മുടെ കാര്യമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നബീന റസൂലുള്ളാഹി, നമ്മുടെ ഹബീബ് നബിയുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല നബിതങ്ങളുടെ കൊച്ചാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നബിതങ്ങളുടെ വാപ്പാടെ വഫാത്തിന് ശേഷം സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് മക്ക മുശ്രിക്കീങ്ങൾ രഹസ്യമായിട്ടൊരു തീരുമാനം എടുത്തു. രഹസ്യമായിട്ട് പാതിരാത്രി തീരുമാനം എടുക്കാൻ, അങ്ങനെയാണല്ലോ പാതിരാത്രി പെട്ടെന്ന് തീരുമാനം എടുത്ത് ഒപ്പിട്ട് മേടിച്ച് കബൂലാക്കിച്ചത്. ഇതെല്ലാം പോലെ തന്നെ സംഭവിച്ചത്. തീരുമാനം എടുത്തിട്ട് എന്താ പറഞ്ഞതറിയോ? നബിയെ ഇവിടുന്ന് ഓടിക്കണം, അയാൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത്, അടിച്ചു വിടണം എന്ന് പറഞ്ഞു. എന്നാലും സ്വന്തം കൊച്ചാപ്പല്ലേ, എങ്ങനെ സഹിക്കുക? എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനല്ലേ പഠിച്ചവനെ, എങ്ങനെയാണ് അവനെ ഓടിക്കുക? ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ അറിഞ്ഞോ സംഭവം? അറിഞ്ഞു. അതാണ് രസം. കൊച്ചാപ്പ പറയാൻ വന്ന് അറിഞ്ഞോന്ന് സംഭവം. കൊച്ചാപ്പ വന്ന് പറയുന്നതിന് മുമ്പേ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് സംഭവം. അറിഞ്ഞു, എന്താ ഇവിടെ ഓടിക്കാൻ പോവാണ്. വൈദിയം കുർബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നമ്മുടെ ഈ ഗവൺമെന്റ് നമ്മളോട് എടുത്തിരിക്കുന്ന 3 നിലപാടാണ്. ഒന്ന്, രാജ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റേഷൻ ജയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാർപ്പിക്കണം, ഇല്ലെങ്കിൽ തട്ടിക്കളയണം. ഈ 3 കാര്യങ്ങളാണ്. ഈ 3 എണ്ണം എടുത്ത നിലപാട് നബിതങ്ങളുടെ മേലാണ്. ഈ 3 നിലപാട് എടുത്ത് നബിതങ്ങൾക്കാണ്. മറ്റവരോടൊക്കെ പുറത്തു വയ്ക്കോ അല്ലെങ്കിൽ തിരിച്ചു വന്നോന്ന് പറഞ്ഞത്. ഇത് പുറത്തു വിടാൻ പറ്റിയില്ലെങ്കിൽ, ഓടിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ ജയിലിനകത്ത് ഇട്ട് ഇവരെ ഇടങ്ങേറാക്കണം എന്ന് തീരുമാനിച്ചു. ആരെ? നബീന റസൂലുള്ളാഹി തങ്ങളെ. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ
ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു തആല പറഞ്ഞ വാക്ക് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മേലേക്ക് ഈ ആയത്തിറക്കുകയാണ്. വൈദ് യംകുറു ബികല്ലദീന കഫറൂ. അല്ലയോ ഹബീബേ, അല്ലയോ പ്രവാചകരേ, ഇസ്ലാമിന്റെ വിരോധികൾ ഇതാ ഗൂഢതന്ത്രം മെനയുകയാണ്. അവർ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയാണ്. എന്തിനാണെന്നറിയുമോ പ്രവാചകരേ? അങ്ങയെ തടവിൽ പാർപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ അങ്ങയെ കൊന്നു കളയാനാണ് അവരുടെ ലക്ഷ്യം. ഔ യുഖ്രിജൂക, ഇല്ലെങ്കിൽ പിറന്ന മണ്ണിൽ നിന്ന് അങ്ങയെ പുറത്താക്കാനാണ് അവരുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ്. മൂത്താപ്പ കടന്നു വരികയാണ്, അബൂ താലിബ് കടന്നു വരികയാ. മകനേ, ഞങ്ങളുടെ സമുദായം നിനക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്, ഗൂഢതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് മകനേ. അത് നീ അറിഞ്ഞോ മകനേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഉപ്പാ, അത് ഞാൻ അറിഞ്ഞു ഉപ്പാ. ഉടനെ അബൂ താലിബ് ചോദിക്കുകയാണ്, ആരാണ് മകനെ നിനക്കറിയിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, അഖ്ബറനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുകയാണ് ഉപ്പാ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ താലിബ് പറയുകയാണ്, എങ്കിൽ മകനെ അതിനുള്ള പരിഹാര മാർഗം നിന്റെ റബ്ബിനോട് നീ ചോദിച്ചു വാങ്ങണേ. എന്റെ റബ്ബ് അതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു തരും ഉപ്പാ. അതുകൊണ്ട് ഞാൻ ഭയം നോടുകയില്ല. അല്ലാഹുവാണ് അതിന് എന്നോട് കൽപ്പിച്ചതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. വയംകുറൂൻ, അവർ ഗൂഢതന്ത്രം മെനയുമ്പോൾ വയംകുറുല്ലാഹ്, ഏ ശത്രുക്കളെ, അല്ലാഹു നിങ്ങൾക്കെതിരെയും ഗൂഢതന്ത്രം മെനയുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും വലിയ ഗൂഢതന്ത്രം മെനയുന്നവൻ, ഏറ്റവും വലിയ തന്ത്രജ്ഞാനി അല്ലാഹുവാണെന്ന കാര്യം മറക്കണ്ട. അവനാണ് പിറന്ന മണ്ണിൽ ജീവിക്കണോ അതല്ല അവിടെ നിന്ന് ആട്ടിയോടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടവൻ ആ പടച്ചവൻ തന്നെയാണ്. അതുകൊണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. ആദ്യമായി ജിബ്രീൽ ഗാർ ഹിറായിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭയവിഹ്വലനായ ഖദീജ ബീവിയുടെ മുറിയിലേക്ക് ഓടി വരികയാണ്. ദസിറൂനി സമ്മിലൂനി യാ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ വളരെ വിഷമത്തോടെയാണ്, ടെൻഷൻ അടിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അവിടെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. വിശ്രമമെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മുവഹിദായ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോട് നമുക്ക് പോയൊന്ന് അന്വേഷിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിലേക്ക് പോവുകയാണ്. ആ പണ്ഡിതൻ നബി തങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ, നിന്റെ നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും. പറഞ്ഞ ഒറ്റ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി.
എന്റെ നാട്ടുകാരോ? അതേ, എന്റെ നാട്ടുകാർ, നിന്റെ നാട്ടുകാർ, നിന്റെ കൂടെ കിടക്കുന്നവർ, നിന്നെ സഹകരിക്കുന്നവർ, നിന്നെ സഹായിക്കുന്നവർ, നിന്റെ അയൽവക്കക്കാർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? അവരെന്നെ പുറത്താക്കുവോ? അതല്ലേ നമുക്ക് അത്ഭുതം. എടാ, നമ്മുടെ കൂടെയുള്ള ഹിന്ദുക്കളോ, നമ്മുടെ കൂടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളോ, നമ്മളോടൊപ്പം സഹകരിക്കുന്നവരോ, നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരോ, നമ്മളോടൊപ്പം ഒരുമിച്ച് പാത്രത്തിൽ കഴിക്കുന്നവരോ, നമ്മളുടെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അവരുടെ പൈസ നമ്മൾ വാങ്ങുന്നു, നമ്മൾ അവരുടെ വണ്ടി വിളിക്കുന്നു, അവരുടെ വണ്ടി നമ്മൾ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സഹകരിക്കുന്ന അവര് നമ്മളെ പുറത്താക്കുന്നു. നമുക്കും ഈ അത്ഭുതമല്ലേ? നമുക്ക് ഈ അത്ഭുതമല്ലേ? പല ഹിന്ദുക്കളും പല സഹോദരങ്ങള് തമാശ രൂപേണ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോവല്ലേ, പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ വസ്തു എനിക്ക് എഴുതി തന്നിട്ട് പോണേന്ന്. പലരും തമാശ രൂപത്തിലാണോ അല്ലയോ എന്തോ ആയാലും ആകാം, അവന്റെ വസ്തു വിലപേശിക്കൊണ്ടിരിക്കുക നമ്മള്. അപ്പൊ എന്നിട്ട് അവൻ പറയാണ്, ഇവരെ നിന്റെ വസ്തുവും കൂടെ എനിക്ക് എഴുതി തന്നിട്ട് നീ പോകാവൂ, അല്ലാതെ പോകരുതെന്ന്. അള്ളാഹിന്റെ റസൂലിനോടും ഇതേ അവസ്ഥ തന്നെയാണ്. ആ സ്വന്തം നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ അതായിരുന്നു വിഷയം. അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? അതേ, അവർ പുറത്താക്കും. ഇത് പരീക്ഷണം നമുക്ക് മാത്രമല്ല. ഈ പരീക്ഷണം ആർക്ക്? പ്രവാചകന്മാർക്ക് വന്നു, നമ്മുടെ ഹബീബിന് വന്നു, നമ്മുടെ ഹബീബിന് വന്നു. നമ്മുടെ ഹബീബിന് ഏറ്റ അതേ പ്രതികരണമാണ് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നൽകിയത്.